വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതടക്കം വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിലും മഹാന്മാരായ മുൻഗാമികൾ പഠിപ്പിച്ചതനുസരിച്ചുമൊക്കെ നാം ഇവിടെ ചർച്ച നടത്തിയിട്ടുണ്ട്. അവസാനം നാം എത്തിപ്പെട്ടത് മരിച്ചുപോയ ഹൃദയം. ഹൃദയത്തിന് ജീവനില്ല. അങ്ങനെ വരുമ്പോൾ മനുഷ്യന് അപകടമേ ഉണ്ടാവുകയുള്ളൂ, വിജയം പ്രതീക്ഷിക്കേണ്ടതില്ല. സലക്ഷ്യം ഈ കാര്യം നാം സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ ആ ഹൃദയത്തിനെ ജീവസ്സുറ്റതാക്കാനും ഹൃദയരോഗങ്ങളിൽ നിന്ന് മനുഷ്യനെ കരകയറ്റാനും ഉള്ളിൽ ഇരുളിന് പകരം വെളിച്ചം ലഭ്യമാക്കാനും എന്തുണ്ട് പോംവഴി എന്ന വിഷയത്തിലൂടെയാണ് നമ്മുടെ ചർച്ച ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 5 മാർഗങ്ങളാണ് മഹാന്മാരായ ആരിഫീങ്ങൾ അതിനെ പ്രധാനമായും പഠിപ്പിച്ചു തന്നത്. അതിൽ ഒരു മാർഗം 1-2 ദിവസത്തെ സവിസ്തര ചർച്ചയിലൂടെ നാം ഇവിടെ ചർച്ച നടത്തുകയുണ്ടായി. വിശുദ്ധ ഖുർആനിനെ ഉപയോഗപ്പെടുത്തുക. വിശുദ്ധ ഖുർആനിനെ ഉപയോഗപ്പെടുത്തിയിട്ടും ലക്ഷ്യം നേടുന്നില്ലല്ലോ എന്ന് പറയുന്നവർക്കുള്ള പരിഹാരമാർഗത്തിന് വേണ്ടി വിശദമായ ചർച്ച നാം ഇവിടെ നടത്തുകയുണ്ടായി. രണ്ടാമതായും ഉള്ള കാര്യം നാം മുമ്പ് ഇവിടെ ചർച്ച നടത്തിയിട്ടുണ്ട്. വിശപ്പ് സഹിക്കുക, കാലിയായ വയറ്. ഇത് മുമ്പ് 1-ലധികം ദിവസം ചർച്ച നടത്തിയത് കൊണ്ട് ഇന്ന് അങ്ങോട്ട് കടക്കുന്നില്ല. ദവാഉ ഖൽബിൻ ഖംസത്തും ഫതിലാവത്തും ബിതദബ്ബുരിൻ വലിൽ ബത്നിൽ ഖലാ. അല്ലേ? കാലിയായ വയറ്, ഇതാണ് മനുഷ്യന്റെ ഹൃദയം ജീവിപ്പിക്കാനുള്ള രണ്ടാമത്തെ മാർഗം. അത് ഇപ്പോൾ നാം ഒക്കെയും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വേണ്ടത്ര ഫലം കിട്ടുന്നില്ലെങ്കിൽ അതും ആ വിഷയത്തിലും നാം എന്തോ ചില തകരാറുകൾ രാത്രികളിൽ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ആധിക്യമെല്ലാം കാരണമായിരിക്കുമെന്ന് വിശദമായ ചർച്ച കൊണ്ട് നാം പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ള 3 കാര്യങ്ങളിൽ 2 കാര്യം രാത്രിയിലേക്ക് നീക്കിവെക്കുന്ന കാര്യങ്ങളാണ്. അത് അത്താഴ സമയത്ത് പ്രവർത്തിക്കേണ്ടുന്ന ചില വിഷയങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അത് മറ്റന്നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച നടത്താം. കാരണം വെള്ളിയാഴ്ച രാവും പിറ്റേന്ന് 21 രാവൊക്കെ വരുമ്പോൾ അതിനോട് യോജിപ്പായി ചിലപ്പോൾ അത് 1-2 ദിവസമൊക്കെ അങ്ങോട്ട് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടേക്കാണ് യോജിപ്പ് എന്നുള്ള നിലക്ക് ഒരു ചെറിയ ഓർഡർ തെറ്റിയിട്ട് 5ാമതായി പറഞ്ഞ കാര്യമാണ് ഞാൻ ഇന്നിവിടെ ചർച്ചക്കിടാൻ പോകുന്നത്. വമുജാലസാത്തു സ്വാലിഹീനൽ ഫുളലാ. ശ്രേഷ്ഠന്മാരായ സൽവൃത്തരായ ആളുകളോടുള്ള സഹവാസം, അവരുടെ കൂടെ ഇരിക്കുക, അവരുടെ കൂടെ നടക്കുക, അവരുടെ സദസ്സിൽ പങ്കെടുക്കുക, അവർ പറയുന്നത് കേൾക്കുക, അവരോടുള്ള സമ്പർക്കം പുലർത്തുക. നമുക്ക് ഇതിനെല്ലാം വേണ്ടത് ഒരു നല്ല റൂട്ടിലേക്ക് ഒരു മനുഷ്യൻ എത്തിപ്പെടാൻ അവനാകെ വേണ്ട ഒരു കാര്യം ഹൃദയത്തിന്റെ പ്രേരണയാണ്. അതാ ഒട്ടും സംശയമില്ല. ഏത് വിഷയത്തിനും മനുഷ്യൻ അതിലേക്ക് മുന്നിട്ടിറങ്ങണമെങ്കിൽ ഹൃദയത്തിൽ നിന്ന് ശക്തമായ ഉൾപ്രേരണ വേണം. മഹാനായ ഇമാം ഹദ്ദാദ് തങ്ങൾ അദ്ദേഹത്തിന്റെ ആദാബു സുലൂക്കിൽ മുരീദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നതായി കാണാൻ കഴിയും. ആദ്യമായ ഒരു മനുഷ്യന്റെ റൂട്ട്, ഒരു മനുഷ്യൻ സൽപാന്താവിലേക്ക് വഴിതിരിഞ്ഞു വരുമ്പോൾ ആദ്യമായി അവന് കിട്ടുന്ന റൂട്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ഉൾപ്രേരണയാണ്. ഇത് എല്ലാവരും മനസ്സിലാക്കി വെക്കുന്നത് നല്ലത്. യഅലം അന്ന അവ്വല ത്വരീഖി ബാഇസുൻ ഖവിയ്യുൻ യുഖ്ദഫു ഫീ ഖൽബിൽ അബ്ദി. സഹോദര, കിട്ടുന്ന നല്ല റൂട്ടുകളിൽ നിന്ന് ആദ്യമായി നിനക്ക് കിട്ടുന്ന ഒരു സൽ റൂട്ട് ബാഇസുൻ ഖവിയ്യുൻ യുഖ്ദഫു ഫീ ഖൽബിൽ അബ്ദി, ഒരു അടിമയുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന അതിശക്തമായ ഒരു ഉൾപ്രേരണയാണ്. യുസ്ഇജുഹു വയുഖ്ലിഖുഹു വയഹുസ്സുഹു
അലൽ ഇഖ്ബാലി അലല്ലാഹി തആല വദ്ദാരിൽ ആഖിറ. അത് അവനെ ശക്തമായി തെളിച്ചുകൊണ്ടിരിക്കും, അവനെ ശക്തമായി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും, അവനെ കുടുക്കി ഉന്തിക്കൊണ്ടിരിക്കും. എങ്ങോട്ട്? അലൽ ഇഖ്ബാലി അലല്ലാഹി, അല്ലാഹുവിന്റെ മേലിൽ മുന്നിടാനും, വദ്ദാരിൽ ആഖിറത്തി, ആഖിറത്തിലേക്ക് മുന്നിടാനുമെല്ലാം അവനെ വല്ലാതെ പ്രേരണ നൽകുന്ന ഒരു ഉൾപ്രേരണ കിട്ടുക. ഇതാണ് ഒരു മനുഷ്യന് ആദ്യമായി കിട്ടുന്ന ഒരു റൂട്ട്. വഅലൽ ഇറാദി അനി ദുനിയാ വഅമ്മൽ ഖൽഖു മശ്ഗൂലൂന ബിഹി മിൻ അമാറത്തിഹാ വജംഇഹാ. ഈ ദുനിയാവിന്റെ അലച്ചുകളിൽ നിന്ന് മനുഷ്യന്റെ മനസ്സിനെ പിഴുതെറിയാനും, ദുനിയാവിന്റെ ശഹവാത്തുകളിൽ നിന്ന്, കൊതികളിൽ നിന്ന് മനുഷ്യനെ പിടിച്ചു വലിക്കാനും പാകമായി കിട്ടുന്ന ഒരു ഉൾപ്രേരണ. ഈ ഉൾപ്രേരണ അദ്ദേഹം കുറെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാം, മോനെ വമൻ അക്രമഹുല്ലാഹു ബിഹാദൽ ബായിസി ശരീഫ്, അങ്ങനെ ഉള്ളിൽ നിന്നൊരു പ്രേരണ കൊണ്ട് നിന്നെ അല്ലാഹു തആല റെസ്പെക്ട് ചെയ്താൽ, നിനക്കങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയാൽ, ഫൽയഅരിഫ് ഖദറഹുൽ മുനീഫ്, അതിന്റെ അതിഭയങ്കരമായ ആ സ്ഥാനം നീ മനസ്സിലാക്കിക്കൊള്ളണം, അവൻ മനസ്സിലാക്കിക്കൊള്ളണം. ഈ കിട്ടിയത് വല്ലാത്തൊരു പവറുള്ളൊരു സമ്മാനമാണെന്ന് മനസ്സിലാക്കണം. ഒരു അതുല്യമായ ഒരു സമ്മാനമാണ് തനിക്ക് കിട്ടിയത് എന്ന് മനസ്സിലാക്കണം. ഇപ്പൊ വിശുദ്ധ റമദാനാണല്ലോ, പലർക്കും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ പലപ്പോഴും ഓതുന്ന ഒരു ഹദീസ് മഹാനവറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്നലി റബ്ബിക്കും ഫി അയ്യാമി ദഹരിക്കും നഫഹാത്ത് അലാ ഫതഅറളൂ ലഹാ. അള്ളാഹുവിന്റെ എല്ലാ സമയങ്ങളും ഒരുപോലെയല്ല. ചില പ്രത്യേക സമയങ്ങളിൽ ചില പ്രത്യേക സീസണുകൾ അള്ളാഹുവിനുണ്ട്. ആ സീസൺ കിട്ടിയാൽ അത് നിനക്ക് എന്തെങ്കിലും അള്ളാഹുവിനോട് ചോദിച്ചിട്ടും പിടിച്ചിട്ടും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് ചെയ്തും മറ്റൊക്കെ നിൽക്കുമ്പോൾ ഒരു പക്ഷേ നിന്നെ അള്ളാഹു തആല സെലക്ട് ചെയ്തേക്കാം. അതുകൊണ്ട് ആ ഒരു സീസൺ സമയം നീ മെനക്കെട്ടുകൊണ്ട് അത് സമ്പാദിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് കൊടുത്തിട്ട് അദ്ദേഹം പറയുന്നു. അങ്ങനെ ഏതോ ഒരു കെയർ ഓഫിൽ ഒരു പക്ഷേ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു പ്രവർത്തനം വിശുദ്ധ റമളാനിന്റെ പാതിരാത്രിയിൽ നീ ചെയ്തിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഒരു നോമ്പെങ്കിലും നീ ഹറാമുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിന്ന് ഒരു ഹറാമും കണ്ടില്ല, ഒരു ഹറാമും കേട്ടില്ല, ഒരു ഹറാമും പറഞ്ഞില്ല. അങ്ങനെ അള്ളാഹുവിന്റെ പൊരുത്തം കാക്ഷിച്ചുകൊണ്ട് ഒരൊറ്റ നോമ്പെങ്കിലും നീ ശരിയാവണ്ണം നിർവഹിച്ചാൽ ഒരു പക്ഷേ അല്ലാഹു തആല നിന്നെ ഇക്റാം ചെയ്യും, നിന്നെ അള്ളാഹു ബഹുമാനിക്കും. ബഹുമാനിക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിന്റെ ബഹുമാനമാണ് പറയുന്നത്. വമൻ അക്രമഹുല്ലാഹു ബിഹാദൽ ബായത്തി ശരീഫ്. ഇങ്ങനെ നല്ലതിനേക്കുള്ള ഒരു ഉൾപ്രേരണ തന്നുകൊണ്ട് ബഹുമാനിച്ചാൽ അത് വല്ലാത്തൊരു ബഹുമാനമാണ്. ഫൽയുബാലിഗ് ഫീ ശുക്രില്ലാഹി തആല അലാ മാ മനഹഹു വഔലാ. അങ്ങനെ കിട്ടിയാൽ പടച്ചോനെ ആ കിട്ടിയത് അല്ലാഹുവിന് ശക്തമായി നന്ദി ചെയ്തുകൊണ്ടിരിക്കണം. എന്തുകൊണ്ടാണ്? നന്ദിയില്ലാത്ത പക്ഷം അത് ചിലപ്പോൾ തിരിച്ചെടുത്തു കളഞ്ഞേക്കാം. അതുകൊണ്ട് നന്ദി ചെയ്യാൻ ശ്രമിക്കണം. ഫകം മിൻ മുസ്ലിമിൻ ബലഗ ഉംറുഹു 80 സന. കാരണം 80 വർഷമൊക്കെ ജീവിച്ച മനുഷ്യന്മാരില്ലേ, മുസ്ലിമീങ്ങളില്ലേ, ലം യജിദ് ഹാദൽ ബാണിത. 80-80 അപ്പുറമെല്ലാം ആയുസിൽ ജീവിച്ച മനുഷ്യന്മാർ, എന്നിട്ടും ഇങ്ങനെയുള്ള ഒരു ഉൾപ്രേരണ കിട്ടാത്തവർ എത്രയോ ഉണ്ട്. ഉള്ളിൽ നിന്നുള്ള ഒരു ബോധനം, ഒരു പ്രേരണ, ഒരു താല്പര്യം കിട്ടാത്ത എത്രയോ ആളുകൾ അങ്ങനെ തന്നെ മരിച്ചുപോയിട്ടുണ്ട്, അല്ലേ? വാപ്പ നല്ല മനുഷ്യനായിരിക്കും, ഉമ്മ നല്ല മനുഷ്യനായിരിക്കും, പക്ഷേ മകൻ കുരുത്തക്കെട്ടുപോയി. ഇവൻ എപ്പോഴും പള്ളിയുടെ പരിസരത്തുകൂടെയാണ് റേഷൻ ഷോപ്പിൽ പോകുന്നത്, അങ്ങാടിയിലേക്ക് പോകുന്നത്, പക്ഷേ പള്ളിയിലോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. അവസാനം ചെറുപ്പം കഴിഞ്ഞു, ബാല്യം കഴിഞ്ഞു, ചെറുപ്പം കഴിഞ്ഞു, യൗവനം കഴിഞ്ഞു, അവസാനം പ്രായമായി. എന്നിട്ട് പോലും ഒരു നിസ്കാരം നിർവഹിച്ച് ഞാൻ മടങ്ങാനായല്ലോ എന്ന ചിന്ത വരാത്ത ആളുകൾ എത്രയുണ്ട്. വലം യത്രുക്കൂ യൗമൻ മിനദ്ദഹർ. ഒരു കാലത്തും അവൻ അങ്ങനെ നല്ലൊരു ചിന്ത കിട്ടാതെ എത്രയോ ആളുകളില്ലേ. അതുകൊണ്ട് മോനെ, അങ്ങനെയുള്ളൊരു ചിന്ത കിട്ടിയാൽ പിന്നീട് എന്തു ചെയ്യണം?
അങ്ങനെ കിട്ടിയിട്ടുള്ള ആ നല്ല ചിന്തയെ ശക്തിപ്പെടുത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യണം. കുട്ടികളെ ശരിക്കും ശ്രദ്ധിക്കണേ. വിശുദ്ധ റമദാനൊക്കെ ആവുമ്പോ ചിലപ്പോൾ അങ്ങനെയുള്ളൊരു ഉൾപ്രേരണ കിട്ടിയേക്കാം. റമദാൻ കഴിഞ്ഞാൽ ഉടനെ കളഞ്ഞു കുളിക്കരുത്, അത് നഷ്ടപ്പെടുത്തി കളയരുത്, ദുരുപയോഗപ്പെടുത്തി കളയരുത്. അതിനെ ശക്തിപ്പെടുത്താൻ കഠിനമായി പരിശ്രമിക്കണം. അതിനെ സൂക്ഷിക്കാനും. എങ്ങനെയാണ് ഈ ഉൾപ്രേരണയെ ശക്തിപ്പെടുത്തൽ? ഒന്ന് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടും, വൽഫിക്രി ഫീമാ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അരികിലുള്ള വിഷയങ്ങളിലുള്ള ചിന്തിക്കൽ കൊണ്ടും. അത് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ. വൽ മുജാലസതി അഹ്ലില്ലാഹ്, അള്ളാഹുവിന്റെ ആളുകളെന്ന് തോന്നുന്ന ആളുകളോട് കൂടെയിരിക്കൽ കൊണ്ടും. ഇപ്പൊ മൊഹിദ്ദീൻ ശൈഖിന്റെ കാലഘട്ടമല്ല. മൊഹിദ്ദീൻ ശൈഖിനെ പോലുള്ള ആളുകൾ ഉണ്ടായിട്ട് കൂടെ ഇരിക്കാൻ തീരുമാനിച്ചാലേ ഖിയാമത്ത് നാൾ വരെ എനിക്ക് നന്നാൻ കഴിയൂല. ആപേക്ഷികമായി കാലഘട്ടങ്ങളിലുള്ള നല്ലവരെന്ന് തോന്നുന്ന ആളുകളെ നീ മുറുകെ പിടിച്ചോ. അവരോട് കൂടെയുള്ള കൂട്ടുകെട്ടും സഹവാസവും ബന്ധവും, അവരൊരു സദസ്സ് സംഘടിപ്പിച്ചാൽ അതിൽ നീ പങ്കെടുക്കുക. അവരോട് കൂടെ നിനക്കൊരു യാത്ര പോകാൻ ചാൻസ് കിട്ടിയാൽ നീ ആ യാത്രയിൽ പങ്കെടുക്കുക. നമുക്ക് കാശുണ്ടോ, നമുക്ക് ഒഴിവുണ്ടോ എന്നല്ല ചിന്തിക്കേണ്ടത്, ചാൻസായി മനസ്സിലാക്കണം. എന്താ കാരണം? വമുജാലസാത്തു സ്വാലിഹീനൽ ഫുള്ളലാ. ഇതെല്ലാം ഒരുപാട് പറയാനുണ്ട്. വളരെ ചുരുക്കി സംക്ഷിപ്തമായി ഞാൻ ചില കാര്യങ്ങൾ പറയാം. കണ്ടില്ലേ, മഹാന്മാരായ ആളുകളോട് സഹവസിച്ചുകൊണ്ടോ അള്ളാഹുവിന്റെ ഫിക്റിലുമെല്ലാം ആയിക്കൊണ്ടും നിനക്ക് കിട്ടിയിട്ടുള്ള അള്ളാഹുവിന്റെ പക്കൽ നിന്ന് കനിഞ്ഞേക്ക് കിട്ടിയിട്ടുള്ള ആ ഉൾപ്രേരണയെ ശക്തിപ്പെടുത്തണം. അതിനേറ്റവും പറ്റിയ മാർഗമാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം. ഏറ്റവും പര്യാപ്തമായ ഒന്നാണ്. സ്വാലിഹീങ്ങൾ, സൽവർത്തനായ ആളുകളോട് സഹവസിച്ചുകൊണ്ടിരിക്കുക. മഹാനായ അഹ്മദ് ബിൻ ഹർബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലൈസ ശൈഉൻ അൻഫഅ ലിഖൽബിൽ അബ്ദി മിൻ മുഖാനതത്തി സ്വാലിഹീൻ വന്നളിരി ഇലാ അഫ്ആലിഹിം. ഒരു മനുഷ്യന്റെ ഹൃദയത്തിനെ സ്വാധീനിക്കാനും നന്നാക്കിയെടുക്കാനും ഇത്ര കണ്ട് ഉപകാരപ്രദമായൊരു മാർഗമില്ല. ഏതിനേക്കാളും സൽവൃത്തരോട് ഇടകലർന്ന് ജീവിക്കുക, അവരുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുക. അവരെന്ത് ചെയ്യുന്നു, എനിക്കങ്ങനെ ചെയ്യാൻ കഴിയില്ലേ? അവരും എന്നെപ്പോലെ മനുഷ്യൻ തന്നെയല്ലേ, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയായിപ്പോയി? ഇങ്ങനെ അവരോട് ഓരോ മാതൃകയാക്കാൻ പറ്റിയവരാണെന്ന് നിനക്ക് ബോധ്യപ്പെടുന്ന സ്വാലിഹ്യങ്ങളുണ്ടോ, അവരോട് കൂടെ നീ ഇടകലരുക. അവരുടെ പ്രവർത്തനങ്ങളെ നീ ആലോചിക്കുക, അതിനെ വിലയിരുത്തുക, അതിനെ പിന്തുടരാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുക. വലൈസ ശൈഉൻ അവർറ അലൽ ഖൽബി, നേരെ ഓപ്പോസിറ്റും പറയണമല്ലോ. മഹാനവറുകൾ പറയുന്നു, ഒരു ഹൃദയത്തെ ഇത്ര കണ്ട് വെടക്കാക്കുന്ന ഒരു വസ്തുവില്ല മിൻ മുഖാലത്തത്തിൽ ഫാസിഖീൻ, തമ്മാടികളായ ആളുകളോട്. തമ്മാടിത്തം എന്നുള്ളതിന്റെ ഡെഫിനിഷൻ ഞാൻ പറയേണ്ടതില്ലല്ലോ. കളികളിലും വിനോദങ്ങളിലും റോട്ടിന്റെ തെരുവുകളിലും സമയം കൊന്നുകളയുന്ന ആളുകൾ, അത്തരം ആളുകളോട് സഹവസിക്കുന്നതിനേക്കാളും കൂടുതൽ ഹൃദയത്തിനെ കേടുവരുത്തുന്ന മറ്റൊന്ന് ഇല്ല തന്നെ. വന്നളിരി ഇലാ അഫ്ആലിഹിം, അവരുടെ പ്രവർത്തനങ്ങൾ ചിന്തിക്കുക, നോക്കുക, അത് വായിക്കുക, അത് പറയാ. ഇങ്ങോട്ട് ഇത് ഏറ്റവും വലിയ അപകടകരമാണ്. മഹാന്മാര് പറയാ, ചില്ലറ വിഷയമല്ല. അതുകൊണ്ട് സ്വാലിഹ്യങ്ങളെ കിട്ടിയാൽ പൊന്നുപോലെ നമ്മൾ കാണണം. നമ്മുടെ ഹൃദയത്തിന്റെ വെള്ളരിപ്രാവുകളാണവർ. നമ്മളെ ഹൃദയത്തിന് സമാധാനം നൽകാൻ, ഹൃദയത്തിന് ഒരു ശരിയായ റൂട്ട് കാണിച്ചു തരാൻ, നമ്മുടെ ഹൃദയത്തിന്റെ കീടങ്ങളെ തൂത്തെറിയാൻ, നമ്മുടെ പാറ പോലെ ഉറച്ച മനസ്സുകളെ ലോലമാക്കാൻ ഏറ്റവും പറ്റിയ സാധനമാണ്. ഇല്ലേ? ആ സ്വാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നോക്കി നിങ്ങൾ, സ്വാലിഹ്യങ്ങളെ കിട്ടൽ എവിടാ? ഗ്യാരംസ് കൂടെ അവിടെ പോയ സ്വാലിഹ്യങ്ങൾ കിട്ടുമോ? അങ്ങാടി പോയാൽ കിട്ടുമോ? ഇല്ല.
നല്ല നല്ല പള്ളികൾ, അതൊക്കെ ഇഷ്ടംപോലെ പറയാനുണ്ട്. പള്ളികളും വയലിന്റെ സദസ്സുകളും മജാലിസുൽ ഖൈറ, നല്ല നല്ല സദസ്സുകൾ, ഇൽമിന്റെ സദസ്സുകൾ, ഇതൊരു മനുഷ്യന്റെ മനസ്സിന്റെ രോഗങ്ങളെ മാറ്റാൻ ഏറ്റവും പര്യാപ്തമായ ഒന്നാണ്. മഹാനായ ഇബ്രാഹിമുൽ ജുനൈദ് റളിയല്ലാഹു അൻഹു പറയുന്നത് കേൾക്കുക: മുജാലസത്തുൽ ഉലമാഇൽ ആമിലീന ഇമാറത്തുൽ ഖുലൂബി വഹയാത്തുൽ അബ്ദാൻ. ആമിലീങ്ങളായ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാർ, ഒരു ഉപാധിയാണ്. അല്ലാതെ ആലിമീങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ശരിയാവില്ല. ആലിമീങ്ങൾ തന്നെ പല സ്റ്റേജും കിട്ടുന്നവരുണ്ട്. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരോട് കൂടെയിരിക്കുക, അവരുടെ സദസ്സിൽ പങ്കെടുക്കുക. അത് ഇമാറത്തുൽ ഖുലൂബ്, ഹൃദയത്തിന്റെ പരിപാലനമാണ്. നമ്മുടെ ഹൃദയത്തിന് പെയിന്റടിക്കലും നന്നാക്കലും. അല്ലേ? നോക്കിങ്ങള്, ചളി തെറിച്ച് വൃത്തികേടായി കറുപ്പ് ബാധിച്ച് കിടക്കുന്ന ആ ചുമരിന്മേൽ നല്ല പെയിന്റ് കൊണ്ട് അടിച്ചപ്പോ എന്ത് നല്ല ഉഷാറായി, എന്തൊരു ചന്തം, ഏവരും ഒന്ന് നോക്കിപ്പോവും. ഇതേ പ്രകാരം എല്ലാ മലക്കുകളും അറപ്പോടുകൂടെ മാത്രം കണ്ടിരുന്ന, അല്ലാഹു തആലയും അള്ളാഹുവിന്റെ ആളുകളും വെറുപ്പോടുകൂടെ മാത്രം കണ്ടിരുന്ന ഹൃദയത്തിന് പെയിന്റടിക്കാൻ സ്വാലിഹീങ്ങളുടെ സദസ്സിൽ പങ്കെടുത്താൽ, ആലിമീങ്ങളുടെ സദസ്സിൽ പങ്കെടുത്താൽ സാധിക്കുമെന്നാണ് പറയുന്നത്. കാരണം ആലിമീങ്ങൾ എന്ന് പറഞ്ഞാല് മുതാലിമീങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ആ പരുവത്തിൽ ജീവിക്കണം. ഞാനും നമ്മളും, നമ്മളെന്ന് പറഞ്ഞാൽ ഒന്നാമനായി ഞാനും പറയാൻ മാത്രം പഠിച്ചാൽ പോരല്ലോ. ഞാനും നമ്മളും, നമ്മളെല്ലാവരും ഒരു ആലിം സമൂഹത്തിനെ സമുദ്ധരിക്കാൻ, അഥവാ നമ്മുടെ സദസ്സിൽ ഒരാൾ വന്നിരുന്നാൽ നമ്മിൽ നിന്നവരുടെ മനസ്സിലേക്ക് കിട്ടേണ്ടത് ആഖിറത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യം കിട്ടണം. ആ ക്വാളിഫൈഡ് ആയിരിക്കണം ആര്? പണ്ഡിതൻ. അതാ പറഞ്ഞതിന്റെ മാന. പണ്ഡിതൻ എങ്ങനെ ആയിരിക്കണം? ലാ തസ്ഹബ് മൻ ലാ യുൻഹിലുക ഹാലുഹു വലാ യദുല്ലുക അലല്ലാഹി മഖാലുഹു. ഒരുത്തനോട് കൂടെ നീ ഒരിക്കലും കൂടിച്ചേരാൻ പാടില്ല. അവന്റെ ശിഷ്യത്വം വേണ്ട, അവന്റെ കൂടെ കൂടും വേണ്ട, അവന്റെ സദസ്സിൽ പങ്കെടുക്കും വേണ്ട. ആരാണത്? ലാ യുൻഹിലുക ഹാലുഹു, അവന്റെ അവസ്ഥ നിനക്ക് മാറ്റം വരുത്തുകയില്ല, നിനക്ക് വിജയമോ വികസനമോ വരുത്തുകയില്ല. കാരണം അവൻ എപ്പോഴും ദുന്യാവിന്റെ ചർച്ച ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ എപ്പോഴും കുരുത്തക്കേണ്ട വർത്താനം ഉണ്ടാവുള്ളൂ. അവന്റെ അവസ്ഥ കാണുമ്പോൾ, അവന്റെ ജീവിതം കാണുമ്പോൾ നിനക്ക് ഉയർച്ച വരണം, നിനക്ക് വികസനം വരണം. അങ്ങനത്തെ ആളോട് വയദുല്ലുക അലല്ലാഹി മഖാലുഹു, അവന്റെ സംസാരം നിന്നെ അല്ലാഹുവിനെ കുറിച്ച് അറിയിച്ചു തരണം. അവൻ സംസാരിക്കുമ്പോൾ നിന്നെ അല്ലാഹുവിലേക്ക് വിളിച്ചെത്തിക്കണം. അള്ളാഹുവിനെ കുറിച്ച് നിന്നെ ബോധ്യപ്പെടുത്തി തരണം, അള്ളാഹുവിനെ കുറിച്ച് നിനക്ക് പരിചയപ്പെടുത്തി തരണം. അങ്ങനെ ഉള്ള ആളോടല്ലാതെ നീ അങ്ങനത്തെ ആളുടേതല്ലാതെ നീ സാഹസിക്കാൻ പാടില്ല. അതേത് ഉസ്താദാണെങ്കിലും ശരി. ഞാനിത് പറയുന്നത് എന്തിനാണ്? ആ നിലപാടിലാകണം മുതാലിമീങ്ങളെ നമ്മൾ ഉസ്താദമാരായി വരുമ്പോ. അല്ലെങ്കിൽ മുതാലിമീങ്ങളെ നമ്മുടെ മുമ്പിലിരുത്താൻ ഒരിക്കൽ നമുക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടാവില്ല. ചെറുപ്പത്തിലേ അത് ശീലിക്കണം, തഖ്വയിൽ ശീലിക്കണം. ഉസ്താദമാര് കാണട്ടെ കാണാതിരിക്കട്ടെ, എന്റെ ജീവിതം അള്ളാഹു പൊരുത്തപ്പെട്ടതായിരിക്കണം. അതാ കണക്ക്. ഞാൻ ഒരു അള്ളാഹു വെറുപ്പാകുന്ന ഒരു സ്ഥലത്ത് എന്നെ കാണാൻ പാടില്ല. സാമ്പത്തികമായാലും വ്യക്തിജീവിതമായാലും സാമൂഹികമായാലും അനിയന്ത്രിതമായ എന്തെങ്കിലും സംഭവിക്കുന്നത് മറ്റൊരു കാര്യം. അതിന് നമ്മൾ അള്ളാഹുമായുള്ള ബന്ധവും കണക്ഷനും എപ്പോഴും നിലനിർത്തി ജീവിതം പരിശീലിക്കണം. അർഹമുർ-റാഹിമീൻ റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ആയി വന്നാൽ ആ ആമിലായ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആലിമ് അവൻ നബുവ്വത്തിന്റെ വാരിസാണ്. അള്ളാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള 1,00,000-ൽ പരം വരുന്ന, ഒരഭിപ്രായമനുസരിച്ച് 2,00,000-ൽ പരം വരുന്ന അമ്പിയാക്കളുടെ വിറാസത്ത് അനന്തരാവകാശം ഏറ്റെടുത്ത മനുഷ്യനാ. ഇത്ര വലിയ ഭാഗ്യം വേറെ ആർക്കാണുള്ളത്? ആർക്കാണ് ലോകത്ത്? ഏത് കുട്ടിക്കാണുള്ളത്? അല്ലാഹു തആലയുടെ പ്രവാചകന്മാർ, അവർ ഖലീഫമാരാണ്, അല്ലാഹുവിന്റെ ഖലീഫമാർ, പ്രതിനിധികളാണ്. ഇന്നി ജായിലുൻ ഫിൽ അർളി ഖലീഫ.
ആ പ്രതിനിധികൾക്ക് പ്രതിനിധികളായി നിൽക്കാൻ പറ്റിയവരാണ് ആമിനായ ആലിം. ഇത് പറയുന്നത് ആരാണ്? അൽ ഉലമാ വറസത്തുൽ അംബിയാ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ടല്ലേ മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ലം യകുനിൽ ഉലമാഉ ഔലിയാ ഫലൈസ ലില്ലാഹി മിൻ വലിയ്യിൻ. പണ്ഡിതന്മാരെങ്ങാനും ഔലിയാക്കളല്ലെങ്കിൽ പിന്നെ അള്ളാഹുവിന് വലിയില്ല. പണ്ഡിതന്മാര് ഔലിയാക്കളല്ലേ, എന്നാ പിന്നെ അള്ളാഹ്ക്ക് വലിയനല്ല. ഇല്ലേ? എന്താ കാരണം? മഹാനായ ശൈഖ് അബൂ ഇസ്ഹാഖ് ശാത്തിബി റളിയല്ലാഹു അൻഹു വിലായത്തിന്റെ പദവിയേക്കാളും വലിയ പദവി റുത്ബത്തുൽ ഇൽം, ദറജത്തുൽ ഇൽം, ഇൽമിന്റെ ദറജയാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത്രയും പവറുള്ളതാണ് ഇൽം. കാരണം എന്താണ്? ഇവിടെ ഒരു മനുഷ്യൻ ഒരു സൂഫിയായാൽ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ആരാധന ചെയ്യുന്നതും ആയിരക്കണക്കിന് ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നവനും ഒരേ അമൽ ചെയ്യുന്നവനാണോ? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്. വിശുദ്ധ ഖുർആൻ കണിശമായി പറഞ്ഞുപോയി. ഇനി നമ്മളവിടെ ജിത്യാദും കണക്കൂട്ടണം നടക്കേണ്ട ആവശ്യമില്ല. വ്യക്തമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലാഹു തആലയോട് ഏത് നിലക്ക് അടുക്കാൻ ശ്രമിക്കുന്ന ആളുകളും ഇതിന്റെ പിറകിൽ നിന്നോളം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാളും ഏറ്റവും ഉത്തമമായത് പറഞ്ഞവൻ ആരുണ്ട്? പ്രവർത്തിച്ചവൻ ആരുണ്ട്? സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ ആലിമീങ്ങളുടെ സദസ്സിലിരിക്കുമ്പോൾ അറിയാതെ ഇവിടെയുള്ള അമ്പിയാക്കന്മാർ ചെയ്ത അതേ ഡ്യൂട്ടിയാണ് സത്യത്തിൽ അമ്പിയാക്കന്മാരുടെ സദസ്സിലിരുന്നാൽ നമ്മൾ കണ്ടിട്ടില്ലേ. ഞാൻ ഇപ്പോൾ അത് പറഞ്ഞാൽ എന്റെ വിഷയം സമയം തെറ്റിപ്പോകുന്നതുകൊണ്ട് കടക്കാത്തതാണ്. ഇന്ന് ഞാൻ ഓതിയ സൂറത്തിൽ സുബ്ഹാനല്ലാഹ് ഞാൻ എഴുതി വച്ചിട്ടുണ്ട് സവിസ്തരം. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മത്സരിക്കാമെന്ന സാഹചര്യങ്ങള് അമ്പിയാക്കന്മാരുടെ അരികിൽ വന്നാൽ ചിന്തിച്ചുകൊണ്ട്, അഥവാ അമ്പിയാക്കന്മാര് അവര് നമ്മെ നന്നാക്കുന്നവർ തന്നെയാണോ എന്ന് ഒരു എളിയ ചിന്ത വന്നിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് അവരെ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് ലൈറ്റടിച്ചു. അവരുടെ ഹൃദയം ക്ലീനായി. ഇതേ അവസ്ഥയാണ് പണ്ഡിതന്മാർക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുള്ളത്. പക്ഷേ അമ്പിയാക്കന്മാരുടെ അതേ അളവിലല്ല. പണ്ഡിതന്മാർ തന്നെയും എല്ലാവരും ഒരേ ദറജയിലല്ല. എന്നാലും മൊത്തത്തിൽ അവരെല്ലാവരും സംസ്കരണത്തിന്റെ പാതയിൽ ഉള്ളവരാണ്. അതുകൊണ്ട് അവരുടെ സദസ്സിൽ പങ്കെടുത്താൽ അറിയാതെ നമ്മുടെ മനസ്സിന് മാറ്റം വരും. സുബ്ഹാനല്ലാഹ്. അത്തരക്കാരെ കുറിച്ച് മഹാന്മാരെ പറഞ്ഞതെന്താണെന്നറിയോ? അവര് ഭൂമിയിലുള്ള മുട്ടായി ചെടിയാണ്, റൈഹാൻ ചെടിയാണ്. സുബ്ഹാനല്ലാഹ്. ഭൂമിയിലുള്ള റൈഹാൻ ചെടിയാണെന്നാണ് മഹാന്മാര് പറഞ്ഞിട്ടുള്ളത്. മഹാനായ യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു, വലിയുല്ലാഹി റൈഹാനുൻ ഫിൽ അർളി ഫഇദാ ശമ്മഹുൽ മുരീദൂൻ വവസലത് റായിയതു ഇലാ ഖുലൂബിഹിം ഇഷ്താഖൂ ഇലാ റബ്ബിഹിം. ഈ ശബ്ദം ക്ലിയർ ഉണ്ടാ? നിങ്ങൾക്ക് ക്ലിയർ ഉണ്ടാ? എന്തൊരു ചെലപ്പുണ്ടാ? നസ്റോടെ ക്ലിയർ ഉണ്ടാ? ക്ലിയറാ? ഇവിടെ ചെലപ്പുള്ളത് പോലെ ഉണ്ടല്ലേ? ഉണ്ടാ? ചോദിച്ച് എവിടെ എനിക്ക് വല്ല ബുദ്ധി നടക്കുവോ? ഇല്ല. കുഴപ്പമുണ്ടാക്കരുത്. നല്ലപോലെ തിരിക്കാൻ പറ്റുമെങ്കിൽ തിരിച്ചോ. ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ ഔലിയാക്കൾ റൈഹാനുൻ ഫിൽ അർളി, അവര് ഭൂമിയിലുള്ള റൈഹാനാണ്, മിഠായി ചെടിയാണ്. ഔലിയാക്കൾ എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ കണക്കൂട്ടിയത് അതാ മൊയ്തീൻ ഷെയ്ഖ്, റിഫായി ഷെയ്ഖ്, അങ്ങനെ തന്നെ കണക്കുകൂട്ടരുത് സഹോദരന്മാരെ. മുത്തഅല്ലിമീങ്ങളിൽ ഔലിയാക്കൾ ഉണ്ടാകും, ഉസ്താദുമാരിലുണ്ടാകും, സാധാരണക്കാരിലുണ്ടാകും. ഏതാണ് എന്ന് നമുക്ക് വേർതിരിക്കാൻ കഴിയില്ല. നമ്മൾ ഇവിടെ വെച്ച് അളവ് പോലെ വെച്ച് അളക്കണ്ട. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് ചിപ്പിയിലാണ് മുത്തുള്ളതെന്ന് അറിയില്ല. അതുകൊണ്ട് പരമാവധി സൂക്ഷ്മത പാലിച്ച് കിട്ടാവുന്നിടത്തോളം ഉപയോഗിക്കുക. ഏത് സദസ്സ് കിട്ടിയാലും ആഖിറത്തിലേക്ക് പരമാവധി ലക്ഷ്യം വെക്കുന്നവനാണെന്ന് തോന്നുന്ന ആര് കിട്ടിയാലും ഉപയോഗപ്പെടുത്തുക. ബുദ്ധിയുള്ളവരാണ് നമ്മളെല്ലാം.
കച്ചവടത്തിൽ മാത്രം ആ ബുദ്ധി ഉപയോഗിച്ചാൽ പോരാ, നമ്മുടെ ഭൗതികമായ തൊഴിലുകളിൽ മാത്രം ആ ബുദ്ധി ഉപയോഗിച്ചാൽ പോരാ, നമ്മുടെ വീട്ടുകാര്യങ്ങളിൽ മാത്രം ആ ബുദ്ധി ഉപയോഗിച്ചാൽ പോരാ. ഈ ദുനിയാവിൽ നിന്ന് പാലം കടക്കുന്നതിന് മുമ്പ് ആഖിറത്തിലേക്കുള്ള ബുദ്ധികളും ആസൂത്രണങ്ങളും ആഖിറത്തിലേക്കുള്ള തയ്യാറെടുപ്പുകളും നടത്താത്ത പക്ഷം നമ്മുടെ കാര്യം പിന്നീട് വിരല് കടിക്കേണ്ടി വരും, സംശയമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഭൂമിയിലുള്ള മുട്ടായി ചെടികളാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അതുകൊണ്ട് തന്നെ ഫഇദാ ശമ്മഹുൽ മുരീദൂന, ആ ഔലിയാക്കന്മാരെ ശിഷ്യന്മാരോ അവരെ ലക്ഷ്യം വെച്ച് ആഖിറത്തിലേക്ക് നീങ്ങുന്ന ആളുകളോ ആ മിഠായി ചെടി ഒന്ന് മണത്താൽ വസലത്ത് റായിഹത്തുൻ ഇലാ ഖുലൂബിഹിം, ആ മിഠായി ചെടി, ഔലിയാക്കളാകുന്ന മിഠായി ചെടിയുടെ മണം ഹൃദയത്തിലേക്ക് അടിച്ചു കയറിയാൽ ഇഷ്താഖൂ ഇലാ റബ്ബിഹിം, ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് റബ്ബിലേക്ക് കൊതി വരും. പക്ഷേ അത് കാണുന്ന രൂപത്തിൽ കാണണം. ഞാൻ പറയല്ലോ, വയലിന്റെ സദസ്സിൽ പോയി ഇരിക്കുമ്പോഴേ മൂപ്പരെ കൂറ്റൽ ഉഷാറുണ്ടാ, ഒന്ന് കേൾക്കുന്നാലേ പാട്ട് പാടുന്ന മാതിരി വയലിൽ പറയാം, എന്നാ കുറച്ച് പോയി ഇരിക്കാം, രസാണ് കേൾക്കാൻ. അങ്ങനെ ഇരുന്നാ കിട്ടൂല. അല്ലെങ്കിൽ എന്താണ്, ഇനി പോയി ഇരുന്നില്ലെങ്കിൽ മൂപ്പരെ കണ്ണും മൂറും കാണാൻ കഴിയൂല, പോയി ഇരിക്കാതെ എന്നാലും കിട്ടൂല. അതാണ് മഫാത്തിഹു തഖ്വ ഹുസ്നുൻ നിയ്യാത്ത് വഖവാതിമുഹു തഖ്വ. ഏതൊരു തൗഫീഖിനും സൗഭാഗ്യത്തിന്റെയും പ്രാരംഭഘട്ടം ഏതാണ്? ഏതൊരു തഖ്വയുടെയും പ്രാരംഭഘട്ടം നല്ല നിയ്യത്താണ്, നല്ല കരുത്താണ്, നല്ല കരുത്ത്. എക്കോ കൂട്ടണം, എക്കോ കുറച്ചാണ്, ശബ്ദം ശരിയാണ്, ഇപ്പൊ ശരിയാ അല്ലേ? ഏത് തഖ്വയുടെയും പ്രാരംഭഘട്ടം നല്ല നിയ്യത്ത്, അവസാന ഘട്ടമോ നല്ല ചാൻസുകൾ. മഹാന്മാര് പറഞ്ഞതെങ്ങനെയാണ്? സഹോദരന്മാരെ, ആ നിലയ്ക്ക് ഇരുന്നാൽ അള്ളാഹുവിലേക്ക് കൊതി വരുത്താൻ ആലിമീങ്ങളുടെ സദസ്സിൽ നിന്ന് കഴിയുമെന്നാണ് മഹാന്മാര് പറയുന്നത്. ഇതുകൊണ്ടല്ലേ സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മഹാനവറുകൾ മകനോട് പറഞ്ഞ ഉപദേശം നാമൊക്കെയും പലപ്പോഴും കേട്ടതാണ്. ബഹുമാനപ്പെട്ടവരുടെ ചരിത്രം. മഹാനുഭാവൻ മകനോട് പറഞ്ഞ ഉപദേശം ലോകപ്രസിദ്ധമാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ ഒരു അധ്യായം സൂറത്തു ലുഖ്മാൻ എന്ന പേരിൽ ഉണ്ട്. ആ മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം ബഹുമാനപ്പെട്ടവർ പ്രവാചകനാണെന്നോ വലിയാണെന്നോ അഭിപ്രായ വ്യത്യാസമുണ്ട്, ഇരിക്കട്ടെ, ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. മഹാനുഭാവൻ മകനെ വിളിച്ചുകൊണ്ട് ഉപദേശിച്ച കൂട്ടത്തിൽ പറഞ്ഞു, യാ ബുനയ്യ അലൈക ബിമുജാലസത്തിൽ ഉലമാ വസ്മഅ കലാമൽ ഹുകമാ, മോനെ നീ പണ്ഡിതന്മാരുടെ സദസ്സിനെ നിർബന്ധമായും പറ്റിക്കൂടിക്കൊള്ളണം. അൽ ഉലമാ, ആഖിറത്തിലേക്ക് ലക്ഷ്യം വെക്കുന്നുവെന്ന് ബോധ്യപ്പെടുന്ന പണ്ഡിതന്മാരുടെ സദസ്സ് നീ പിടിച്ചു തൂങ്ങിക്കൊള്ളണം, വിട്ടേക്കരുതേ. വസ്മഅ കലാമൽ ഹുകമാ, അങ്ങനെയുള്ള മഹാന്മാരുടെ കലാമുകളെ നീ ശരിക്ക് കേൾക്കണേ. എന്തിനാണെന്നറിയോ പറയുന്നത്? ഫഇന്നല്ലാഹ ലയുഹിയൽ ഖൽബൽ മയ്യിത, കാരണം ചത്ത് കിടക്കുന്ന ഹൃദയത്തിനെ അള്ളാഹു ജീവിപ്പിക്കും. ബിനൂരിൽ ഹിക്മത്തി, വിജ്ഞാനമാകുന്ന പ്രകാശം കൊണ്ട് ചത്ത് കിടക്കുന്ന ഹൃദയത്തിനെ വിജ്ഞാനമാകുന്ന പ്രകാശം കൊണ്ട് അള്ളാഹു തആല ജീവിപ്പിക്കും. എത്രയോ അനുഭവങ്ങൾ പറയാനുണ്ട്. കള്ള് ഷാപ്പിൽ നിന്ന് ഇറങ്ങി വരുന്ന മനുഷ്യനെ പോലും നന്നാക്കാൻ ആലിമീങ്ങളുടെ സദസ്സിന് കഴിവുണ്ട്, അല്ലേ? ഒരു നല്ല ചിന്തയും വരാത്ത, നല്ല ബോധവും വരാത്ത, നല്ലതിലേക്ക് താല്പര്യം വരാത്ത, ഖുർആൻ എടുത്ത് വെച്ചാൽ ഉറക്കു തൂങ്ങിപ്പോകുന്ന, അല്ലേ, ദിക്കിന്റെ സദസ്സിലിരുന്നാൽ ഛർദിക്കാൻ തോന്നിപ്പോകുന്ന ദുർബലരിൽ ദുർബലരായ ആളുകൾ, അവർ മയ്യിത്തായ കൽബിന്റെ ഉടമകളാണ്. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറയുന്നത് സാധാരണ വാക്കായി തള്ളാൻ പാടില്ല. കാരണം അല്ലാഹു തആല തന്നെ ബഹുമാനപ്പെട്ടവരെ സെലക്ട് ചെയ്തു പോയി, ബഹുമാനപ്പെട്ടവർക്ക് ഹിക്മത്ത് കൊടുത്തു എന്ന് വിശുദ്ധ ഖുർആനാ പറയുന്നത്. ആ ഹിക്മത്തിന്റെ ഭാഗമായി മഹാനവറുകൾ മകനോട് ഉപദേശിക്കുകയാണ്, മോനെ, ചത്ത്
കിടക്കുന്ന ഹൃദയത്തിന് ജീവൻ നൽകും. ബിനൂരിൽ ഹിക്മത്തി, വിജ്ഞാനത്തിന്റെ പ്രകാശം കൊണ്ട് അല്ലാഹു തആല ജീവൻ നൽകും. എപ്രകാരം കമാ യുഹീൽ അർളൽ മയ്യിത, ചത്തുപോയ ഭൂമിയെ വരൾച്ചയിൽ സകലവും ഉണങ്ങി നശിച്ച് ഒരു പച്ചില പോലും കാണാൻ കഴിയാതെ ചത്തുകിടക്കുന്ന ഭൂമിയെ അല്ലാഹു തആല ജീവിപ്പിക്കുന്നത് പോലെ ബിവാബിരിൽ മത്തിരി, മഴത്തുള്ളികളെ കൊണ്ട് നല്ല പേമാരി അങ്ങ് കൊടുക്കുമ്പോൾ കണ്ടില്ലേ നിങ്ങൾ, എത്ര സന്തോഷകരമാണ് അല്ലേ? എന്തൊരു പച്ചപ്പാണ്! എന്താ ഇത്രമാത്രം ഒരു പ്രക്ഷോഭിതമായ അവസ്ഥ ഭൂമിക്ക് കിട്ടിയതെങ്ങനെയാ? മഴ കൊണ്ടാണ്. ഇതേ മഴയാണ് ഇൽമിന്റെ സദസ്സിൽ ഇരുന്ന് ഉസ്താദന്മാർ നൽകുന്ന ആ ഉപദേശങ്ങൾ. മനുഷ്യന്റെ ഹൃദയത്തിന് അത് സ്വാധീനം നടത്തും, ചെയ്യും. ഇപ്പൊ തന്നെ മൊയ്‌ദി ശേഖന്റെ മർത്തബയ്ക്ക് എത്താന്നല്ല, ഒരു ചെറിയ മാറ്റം മതി, പിന്നെ അടുത്തത്. അങ്ങനെ ഉണ്ടാവുള്ളൂ. ഒറ്റടിക്ക് തന്നെ തരാനും പറ്റിയ മഹാന്മാരും ജീവിച്ചിരിപ്പുള്ള കാലഘട്ടമല്ല. കുറേശ്ശെ അങ്ങനെയല്ലേ? നോക്ക് നിങ്ങളെ, മഹാനായ അബൂ സുലൈമാൻ ദാറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ആരാണ് മഹാനുഭാവൻ? അബൂ സുലൈമാൻ ദാറാനി റളിയല്ലാഹു അൻഹു. ചില്ലറക്കാരനാണോ? സഹോദരന്മാരെ, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. മാ ഖലഖത്തുല്ലാഹ അസ്സ വജല്ല ഖൽഖൻ അഹ്വന അലയ്യ മിൻ ഇബ്ലീസ്. ഇബ്ലീസിനേക്കാളും എനിക്ക് ഇത്രയും നിസ്സാരമായ ഒരു സൃഷ്ടി വേറില്ല കേട്ടോ. എനിക്കൊരു വിലയില്ല ഓനെ, എനിക്കൊരു പേടിയില്ല. ഓനെപ്പോലെ എന്റെ മുമ്പിൽ നിസ്സാരനായ ഒരു ഒരു സാധനമില്ല, ഒരു സൃഷ്ടിയില്ല എന്നാ പറയുന്നത്. നോക്കിയാട്ടെ നിങ്ങൾ, എവിടെ എത്തണ മർത്തവ? മഹാനായ അബൂ സുലൈമാൻ ദാറാനി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇബ്ലീസോളം എനിക്ക് നിസ്സാരമായി തോന്നുന്ന ഒരു സൃഷ്ടിയില്ല. വലൗലാ അന്നല്ലാഹ അസ്സ വജല്ല അമറനി അന്ന തഅവദ മിന്നു മാ തഅവദതു മിന്നു അബദാ. അല്ലാഹു തആല എങ്ങാനോ അവരെ തൊട്ട് കാവൽ ചോദിക്കണേ എന്ന് എന്നോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഓനെ തൊട്ടൊന്നും ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുമായിരുന്നില്ല. എന്താണ് ആ മർത്തബ? എവിടെ എത്തിപ്പോയ മർത്തവ നിങ്ങൾ ചിന്തിക്കുന്നു. ഇബ്ലീസിന് എനിക്ക് പ്രശ്നമല്ല എന്ന് പറയണമെങ്കിൽ എല്ലാ മഹാന്മാരുടെ അരികിലും അമ്പിയാക്കന്മാരുടെ അടുത്തടക്കം പോയ ആളാണ് ഇബ്ലീസ്. ആ ഇബ്ലീസിന് എനിക്ക് ലവലേശം പേടിയില്ല, എന്റെ മുന്നിൽ നിസ്സാരനാണ്. അല്ലാഹു തആല കാവൽ ചോദിക്കാൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് പറയാൻ മാത്രമുള്ളൊരു മർത്തബയിലേക്ക് മഹാനായ അബൂ സുലൈമാൻ ദാറാനി റളിയല്ലാഹു അൻഹു ഉയർന്നില്ലേ? പക്ഷേ മഹാനവർ എങ്ങനെയാണ് അങ്ങോട്ട് എത്തിയതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സഹോദരന്മാരെ? മഹാനായ അബൂ സുലൈമാൻ ദാറാനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ബഹുമാനപ്പെട്ട അല്ലാമ വാസിത്തി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മജ്മുഉൽ അഹ്ബാബിൽ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്താ പറയുന്നത്? ബഹുമാനപ്പെട്ട അബുൽ ഖാസിം അൽ ഖുശൈരി അദ്ദേഹത്തിന്റെ റിസാലയിൽ കൊടുത്തതായിട്ടാണ് പറയുന്നത്. മഹാനവറുകൾ പറയാണ്, അബൂ സുലൈമാൻ ദാറാനി റളിയല്ലാഹു അൻഹു പറയാണ്, ഇഖ്തലഫ്തു ഇലാ മജ്ലിസ് ഖാസിൻ, ഒരു വയലിൽ പറയുന്ന ആളുടെ സദസ്സിലേക്ക് ഞാൻ പോയി. ഫലമ്മാ സമിഅ്തു കലാമഹു, അദ്ദേഹത്തിന്റെ വയലിൽ ഞാൻ കേട്ടപ്പോൾ അസ്തറ ഫീ ഖൽബി, എന്റെ ഹൃദയത്തിൽ എന്തോ ഒരു മാറ്റം വന്നു, എന്തോ ഒരു പരിവർത്തനം വന്നു. പക്ഷേ ഫലമ്മാ ഖുംതു മിൻ മജ്ലിസിഹി, അദ്ദേഹത്തിന്റെ സദസ്സിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് പോയപ്പോൾ ലം യബ്ഖ ഫീ ഖൽബി മിന്നു ശൈഉൻ, എന്റെ മനസ്സിന് വന്ന പരിവർത്തനങ്ങളൊന്നും പിന്നീട് കാണുന്നില്ല. ആ ഉപദേശങ്ങളിൽ നിന്ന് ലവലേശം എന്റെ ഹൃദയത്തിൽ പിന്നീട് ഇല്ല. സദസ്സിൽ ഇരുന്നപ്പോ എന്തോ ഒരു നന്നാകണം, തരക്കേടില്ലാത്തവനാകണം, ഈ കച്ചറകളൊക്കെ ഒഴിവാക്കണം എന്ന് മനസ്സിൽ തോന്നി. പക്ഷേ സദസ്സിൽ നിന്നങ്ങ് പിരിഞ്ഞു പോയപ്പോഴോ പിന്നീട് ആ ചിന്തകളെല്ലാം പോയി, ആ കേട്ടതൊന്നും മനസ്സിൽ നിൽക്കുന്നില്ല. അങ്ങനെ ഞാൻ വീണ്ടും മറ്റൊരു ദിവസം അദ്ദേഹത്തിന്റെ സദസ്സിൽ വീണ്ടും പോയപ്പോഴോ അത്ര കലാമുഹു ഫി ഖൽബി, അപ്പോഴും അദ്ദേഹത്തിന്റെ കലാം, സംസാരം എന്റെ ഹൃദയത്തിൽ എന്തോ ചില പരിവർത്തനങ്ങൾ വരുത്തി. ഇലാ അൻ സുർതു ഫി ബഅദ് ത്വരീഖ്, അങ്ങനെ ഇന്നത്തെ വഴിയല്ല, കുറച്ച് ആ വഴിയിലേക്ക് ഇങ്ങോട്ട് വന്നപ്പോ, വഴിയിലേക്ക് ഇങ്ങോട്ട് വന്ന് കുറച്ചങ്ങോട്ട് നടന്നു വരുന്നത് വരെ ഉണ്ട് സുമസാല, പിന്നെ നീങ്ങിപ്പോയി. കുറച്ചു നേരമൊക്കെ പഠിച്ചോനെ എന്താ ഇപ്പൊ സ്ഥിതി,
ഇങ്ങനെ ആയാൽ പറ്റോ? ആ വയത് പറയുന്നു ഉസ്താദ് പറഞ്ഞ മാതിരി ആകണ്ടേ നമ്മള് എന്നൊക്കെ ഇങ്ങനെ തോന്നിയിരുന്നു. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോ കുറച്ചും കൊണ്ടെത്തിയപ്പം അതും പോയി. ഞാൻ നിർത്തിയില്ല. മൂന്നാമത് തവണയും ഞാൻ അദ്ദേഹത്തിന്റെ ഒരു സദസ്സിൽ പങ്കെടുത്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ സംസാരം മൂന്നാമത്തെ സദസ്സിലും ഞാൻ പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ സംസാരം എന്റെ ഹൃദയത്തിൽ ശേഷിച്ചു. ഇലാ അം വസൽതു ഇലാ മൻസിലി, ഞാൻ എന്റെ വീട്ടിലോട്ട് എത്തുന്നതുവരെ. ഒന്നാമത്തെ ദിവസം കേട്ടപ്പോ സദസ്സിന് നീറ്റോടുകൂടെ പോയി. രണ്ടാമത്തെ ദിവസം കേട്ടപ്പോ സദസ്സ് നീറ്റ ഉടനെ പോയിട്ടില്ല, കുറച്ച് നടന്നപ്പം പോയി. മൂന്നാമത്തെ ദിവസം കേട്ടപ്പോഴോ ഞാൻ വീട്ടിലെത്തുന്നത് വരെ അദ്ദേഹത്തിന്റെ വയലിന്റെ ആ പരിവർത്തനം എന്റെ മനസ്സിൽ നിലനിന്നു. ഫകസ്സർതു ആലാത്തിൽ മുഖാലഫ, വീട്ടിലെത്തിയപ്പോൾ ഞാൻ വീട്ടിലുള്ള അള്ളാഹുവിനെ ധിക്കാരം കാണിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്ന ആയുധങ്ങളെല്ലാം ഞാൻ പൊട്ടിച്ചു കളഞ്ഞു. വലസിംതു ത്വരീഖ്, നല്ല പാന്താവിനെ മുറുകെ പിടിച്ചു. അങ്ങനെയാ. മൊബൈൽ ഫോണിലുണ്ടല്ലോ മറ്റേ കാർഡ്, മെമ്മറി കാർഡ്, അതിൽ പല തോന്നിയാസമില്ലേ? ഇത് കാണല്ലേ സ്വകാര്യമായിട്ട്, അല്ലേ? അതുപോലെ പലതുമില്ലേ? അതെല്ലാം അങ്ങ് പൊട്ടിച്ചു കളഞ്ഞു. ഇനി ഇങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ട. ഹറാമായി താൻ ജീവിക്കുന്നതിന് കാരണമായി ഫോട്ടോ കരുതിയവരുണ്ടാകും. ഫോട്ടോ അല്ല, മൊത്തത്തിൽ ആ സാധനം മെമ്മറി കാർഡ് മൊത്തത്തിൽ കരുതിയവരുണ്ടാവും. ഞാനത് പറയുന്നില്ല. വിവിധ ശൈലികളിൽ, വിവിധ രൂപങ്ങളിൽ സുബ്ഹാനല്ലാഹ് ആ മുഖാലഫത്തിന്റെ അള്ളാഹുവിനോട് എതിരെ പ്രവർത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആയുധങ്ങള്, സാങ്കേതിക സൗകര്യങ്ങള്, അള്ളാഹുവിന്റെ എതിരെയുള്ള സർവ്വതം ഞാൻ പൊട്ടിച്ചു. വലസിംതു ത്വരീഖ്, എന്നിട്ട് സൽപാന്താവിനെ ഞാൻ മുറുകെ പിടിച്ചു. നിങ്ങൾ നോക്കണം, ആ മഹാനായ സുലൈമാൻ ഉദ്ദാനാനി റളിയല്ലാഹു അൻഹു എത്തിയ മർത്തബ നിങ്ങൾ കണ്ടില്ലേ? മഹാനവറുകൾ തന്നെ പറയുന്നുണ്ട്, ലൗ മർറൽ മുത്തിയൂന ഫി തുറുക്കാത്തി വവജദുൽ മആസിയ മത്റൂഹത്തൻ അല തുറുക്കാത്തി മൽതഫത്തു വലാ നളറു ഇലൈഹാ. അല്ലാഹുവിന്റെ വഴിപ്പാടിലായി ജീവിക്കുന്ന നല്ല മനുഷ്യന്മാര് വഴികളിൽ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് വഴികളിലൊക്കെ തെറ്റുകുറ്റങ്ങൾ ഇങ്ങനെ വിതറിയിട്ടിട്ടുണ്ട്. ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റിയ രൂപത്തിൽ വിതറി എറിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ സ്വാലിഹീങ്ങൾ അതിലേക്ക് തിരിഞ്ഞു നോക്കില്ല. അതായത് തെറ്റ് ചെയ്യാൻ അത്രമാത്രം അനുകൂലമായ സാഹചര്യമുണ്ടായാലും തെറ്റിലേക്ക് അവർ തിരിഞ്ഞു നോക്കില്ല. സഹോദരന്മാരെ, ഇത് പറയണമെങ്കിൽ മഹാനുഭാവൻ ആ ഒരു മർത്തബ പ്രാപിച്ചിരിക്കണമല്ലോ. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാ, തെറ്റുകളിലേക്ക് തീരെ തിരിഞ്ഞു നോക്കാത്ത, തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം 100% അനുകൂലമായി നിൽക്കുകയാണെങ്കിൽ പോലും തെറ്റിലേക്ക് ലവലേശം മൈൻഡ് ചെയ്യാത്ത, തിരിഞ്ഞു നോക്കാത്ത പദവിയിലേക്ക് മഹാനുഭാവൻ എത്തിയിട്ടുണ്ടെങ്കിൽ ആ എത്തിയതിന്റെ അടിസ്ഥാനപരമായ കാരണം വയല് പറയുന്ന ഉസ്താദിന്റെ സദസ്സിൽ പങ്കെടുത്തതാണ്. ഈ സംഭവം കേട്ടപ്പോൾ മഹാനായ യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്രേ, അസ്ഫൂറുൻ ഇസ്താദ കുർക്കിയ. അടക്കാക്കിളിയാണിപ്പോ കൊക്കിനെ വേട്ടാടിക്കണത്. അടക്കാക്കിളി കൊക്കിനെ വേട്ടാടിക്കുക. അടക്കാക്കിളി എന്ന് പറഞ്ഞാൽ വയല് പറയുന്ന ആ ഒരു സാധാരണ വയലുകാരൻ, ഒരു മുത്താലിമിനെ പോലുള്ള ഒരു വയലുകാരനായിരിക്കും. അബൂ സുലൈമാൻ ദാനാനി റളിയല്ലാഹു അൻഹു ആരാ? എത്ര വലിയ മഹാനായി! അപ്പൊ ആ വയല് പറഞ്ഞ ഉസ്താദ് ചിലപ്പം ചെറിയ ദർജയിലാവും, താഴെ പദവിയിലാവും. ആ വയല് കേട്ടിട്ട് നന്നായ അബൂ സുലൈമാൻ ദാനാനി റളിയല്ലാഹു അൻഹു വലിയ മർത്തബയിലേക്ക് എത്തിപ്പോയി. കണ്ടില്ലേ? അതാണ് അടക്കാക്കിളി കൊക്കിനെയാണ് വേട്ടയാടിക്കുന്നത്. അടക്കാക്കിളി കൊക്കിനെയാണ് വേട്ടയാടിക്കണമെന്ന് പറഞ്ഞാൽ വയല് പറഞ്ഞ ആള് ഇദ്ദേഹത്തെ പിടിച്ചു. പക്ഷേ പിടിച്ച ആള് അടക്കാക്കിളിയാണ്, ചെറിയ ആളാണ്. പിടിയിൽപ്പെട്ട ആളോ, വേട്ടയാടപ്പെട്ട മനുഷ്യന് വലയെ കുടുങ്ങിയ ആള്, അത് വലിയ മഹാനായി തീർന്ന
അബൂ സുലൈമാൻ ദാറാനി റളിയല്ലാഹു അൻഹു ആണ്. ഈ സംഭവം ഞാൻ പറഞ്ഞത് രണ്ട് കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഒന്ന്, ഇത്രയും വലിയ മഹത്തുക്കളായ ആളുകളെല്ലാം ഉന്നതമായ പദവിയിലേക്ക് എത്തുന്നത് അല്ലാഹു തആല കണക്കാക്കിയതാണെങ്കിലും സ്വാലിഹീങ്ങളുടെ സദസ്സ് എന്ന വസീല കൊണ്ടാണ്. അതുകൊണ്ട് വയലിന്റെ സദസ്സുകളെ, ക്ലാസുകളെ, ഉത്ബോധനങ്ങളെ, നല്ല നല്ല ക്ലാസുകളെ ഒരിക്കലും വൃഥാവിൽ കാണാൻ പാടില്ല. അറിയാതെ നന്നായി പോകും. നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചാലും അങ്ങനെയാണല്ലോ. മഹാനായ മാറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു നന്നായത് അങ്ങനെയല്ലേ? നമ്മൾ കേട്ടിട്ടില്ലേ? മാറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു ആരാണ് സഹോദരന്മാരെ? ഏത് മർത്തബയിലുള്ള ആളാണ്? മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദുമാരുടെ പരമ്പരയിൽപ്പെട്ട. അങ്ങനെ പറഞ്ഞാലും പോരാ, മാറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ പോലും തുറിയാഖുൻ മുജറബുൻ, മഹാന്മാരായ പണ്ഡിതന്മാർ നവവി ഇമാമിനെ പോലുള്ള ആളുകൾ പറഞ്ഞത് അങ്ങനെയല്ലേ? മഹാനായ മാറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുഹു മാറൂഫുൻ യുസാറു മാറൂഫുൻ ബിതുറിയാഖിൽ മുജറബ്. ബഹുമാനപ്പെട്ട മാറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഷരീഫ് പോലും അറിയപ്പെട്ട ചികിത്സാലയം എന്ന പേരിൽ അറിയപ്പെട്ടുപോയി. അത്രമാത്രം വഫാത്തിന് ശേഷവും ഉന്നതമായ പദവി അലങ്കരിക്കുന്ന മഹാനാണ്. മഹാനുഭാവന്റെ വഫാത്തിന് ശേഷം സ്വപ്നം കണ്ടു. ശിഷ്യന്മാര് ആരോ, പിൻഗാമികളാരോ സ്വപ്നം കണ്ടു. മഹാനായ മുഹമ്മദ് ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ വാപ്പ പറയാറുണ്ട്, ഞാൻ മാറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹുവിനെ സ്വപ്നം കണ്ടു അദ്ദേഹം മരിച്ചതിന് ശേഷം. ഞാൻ ചോദിച്ചു, അല്ല ഉസ്താദേ, നിങ്ങളുടെ അവസ്ഥ എന്താണ്? അപ്പോൾ ഉസ്താദ് പറഞ്ഞു, എനിക്ക് ഇവിടെ വല്ലാതെ റെസ്പെക്ട് കിട്ടിപ്പോയി. എനിക്ക് കഴിഞ്ഞുപോയ എല്ലാ ജീവിതത്തിന്റെയും പാപങ്ങള്, ഞാൻ നല്ല റൂട്ടിലേക്ക് വരുന്നതിന് മുമ്പുള്ളതെല്ലാം എനിക്ക് അല്ലാഹു പുറത്തു തന്നു. എനിക്ക് വലിയ റെസ്പെക്ട് കിട്ടിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, അല്ല നിങ്ങൾ വലിയ സാഹിദായി ജീവിച്ച ആളാണ്, വലിയ സൂക്ഷ്മയാലുവാളായി ജീവിച്ച മനുഷ്യനാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ നിങ്ങളുടെ സൂക്ഷ്മത കൊണ്ടും നിങ്ങളുടെ സുഹൃത് കൊണ്ടും കിട്ടിയ നേട്ടമാണോ? ഫഖാല വലാകിൻ ബിഖബൂരി മൗലത ഇബ്നു സമ്മാഖ്, ഞാൻ ഇബ്നു സമ്മാഖ് റളിയല്ലാഹു അൻഹുവിന്റെ വയല് കേൾക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളത് അല്ലാഹു തആലയുടെ അടുക്കൽ വല്ലാത്തൊരു ബഹുമാനമുള്ള കാര്യമായി. അതാണ് മാറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു നന്നാകാനുള്ള കാരണം. മഹാനവറുകൾ തന്നെ പറയുന്നുണ്ട്, കുന്തു മാറൻ ബിൽ കൂഫ, ഞാൻ കൂഫയിലൂടെ നടന്നു പോവുകയാണ്. ആ സമയത്ത് ആ കൂഫയിൽ ഒരു ഉസ്താദ് വയല് പറയുന്നുണ്ട്. ഇബ്നു സമ്മാഖ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഉസ്താദ് വയല് പറയുന്നു. അദ്ദേഹം വയല് പറയുന്നതിന്റെ കൂട്ടത്തിൽ മേറ്ററും കൂടെ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ കേൾക്കേണ്ട ആവശ്യമില്ല, ചില കാര്യങ്ങൾ കുറച്ച് കേട്ടാൽ മതി. ആ വയലിന്റെ കൂട്ടത്തിലുള്ള ഒരു ഉപദേശത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട വാക്കുകൾ ഇതാണ്: മൻ അഅറള അനില്ലാഹി ബികുല്ലിയതിഹി അഅറളല്ലാഹു അൻഹു ജുംല വമൻ അഖ്ബല അലല്ലാഹി ബിഖൽബിഹി അഖ്ബലല്ലാഹു ബിറഹ്മതിഹി ഇലൈഹി വഅഖ്ബല ബിജമീഇ വുജൂഹിൽ ഖൽഖി ഇലൈഹി വമൻ കാന മറത്തൻ ഫല്ലാഹു യർഹമുഹു വഖ്തമ്മാ. ഈ വയലാണ് കേട്ടത്. എന്താണ് നിന്റെ സാരം? അല്ലാഹു തആലയെ തൊട്ട് സമ്പൂർണമായും ഒരാള് പിന്തിരിഞ്ഞു കളഞ്ഞാൽ, അള്ളാഹുവിനെ അവഗണിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു കളഞ്ഞാൽ അല്ലാഹു തആല അവനെ തൊട്ടും തിരിഞ്ഞു കളയും. അതേ സമയത്ത് ഒരാള് അള്ളാഹുവിലേക്ക് ഹൃദയത്തോടുകൂടെ മുന്നിട്ട് വന്നാൽ, ഉള്ളിൽ നിന്ന് മുന്നിട്ട് വരണം, ഹൃദയം കൊണ്ട് ഒരാൾ അള്ളാഹുവിലേക്ക് മുന്നിട്ട് വന്നാൽ അക്ബറല്ലാഹു ബിറഹ്മതിഹി ഇലൈഹി, അല്ലാഹു തആല അവന്റെ കാരുണ്യം കൊണ്ട് അവനിലേക്കും മുന്നിട്ട് വരും. മാത്രമല്ല വഅഖ്ബല ബിജമീഇ വുജൂഹിൽ ഖൽഖി ഇലൈഹി, എല്ലാ സൃഷ്ടികളെയും അവനിലേക്ക് തിരിച്ചുകൊണ്ടും അല്ലാഹു തആല അവനിലേക്ക് മുന്നിട്ട് വരും. സൃഷ്ടികൾക്കെല്ലാം അവനോട് സ്നേഹമാകും. ഇരിക്കട്ടെ, വമൻ കാന മറത്തം മറ, ഇടയ്ക്ക് ഇങ്ങനെയാണ് അള്ളാഹുവിലേക്ക് അവൻ മുന്നിട്ട് വരുന്നതെങ്കിലോ ഫല്ലാഹു യർഹമുഹു വഖ്തമ്മ,
എപ്പോഴെങ്കിലും അതുപോലെ അല്ലാഹു തആല അവനും കാരുണ്യം ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മൾ അല്ലാഹുവിലേക്ക് ഖൽബ് കൊണ്ട് മുന്നിടണം. അങ്ങനെ ഇതാണ് ഉപദേശം. ഖൽബ് കൊണ്ട് മുന്നിടണം, ബദന കൊണ്ടല്ല. ഞാനൊരിക്കൽ സാഹിദിന്റെ വേദ കേട്ടില്ല, അങ്ങനെ മഞ്ചേശ്വരത്ത് എനിക്ക് വല്ല ഇഷ്ടപ്പെട്ടു. റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസ്ജിദ്, അർശിന്റെ തണലിട്ട് കൊടുക്കുന്ന 7 വിഭാഗത്തിൽ ഒരു വിഭാഗം, ഒരു മനുഷ്യൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസ്ജിദ്, അവന്റെ ഹൃദയം പള്ളിയുമായി കണക്റ്റഡാണ്. ഞാൻ അപ്പോഴാണ് ചിന്തിക്കുന്നത്, ശരിയാണല്ലോ. അവന്റെ ശരീരം പള്ളിയുമായി ബന്ധനസ്ഥനാണ് നല്ല ഹദീസിലുള്ളത്. ശരീരം പള്ളിയിലുണ്ടാവും, പുറത്തേക്ക് ചാടണം എന്നാ പൂതി. മൂപ്പരൊന്ന് അങ്ങോട്ട് തിരിഞ്ഞാൽ പുറത്തേക്ക് ചാടണം, അല്ലേ? ഇങ്ങനത്തെ ആഗ്രഹത്തോടു കൂടെ ഇരിക്കുന്നവനല്ല അർശിന്റെ തണലിട്ടവൻ. പള്ളിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നാലും പടച്ചവനെ, കുടുംബം പോറ്റേണ്ടതുണ്ടായത് കൊണ്ട് മാത്രം ഞാൻ പുറത്തു പോയതാണ്, ആ മുത്തഅല്ലിമീങ്ങളോടുകൂടെ അവിടെ ഇരിക്കാനാണ് എന്റെ മനസ്സ് പറയുന്നത്. ഇങ്ങനെ ഖൽബ് പള്ളിയുമായി കണക്റ്റഡ് ആകണം, ഹൃദയം പള്ളിയുമായി ബന്ധപ്പെട്ടതാകണം. അപ്പോ അവൻ എപ്പോഴും അള്ളാഹുവിന്റെ ആളായി, എപ്പോഴും ഖൽബ് കൊണ്ട് അള്ളാഹുവിലേക്ക് തിരിഞ്ഞ ആളായി. അവ പ്രശ്നം വരുന്നില്ല. അങ്ങനെയാണോ? എന്തെങ്കിലും വിഷയങ്ങളിൽ ഏർപ്പെട്ടാൽ പഠിച്ചോനെ, ആ ദിക്റിന്റെ സമയത്ത് നോമ്പിനവിടെ പോലെ പള്ളി കുത്തിരിക്കേണ്ട സമയത്ത് ഇപ്പം എന്താ പറ്റേ നമ്മുടെ വിധിപ്പത് എങ്ങനെയാണ്, സാരല്ല. ഇങ്ങനെ എപ്പോഴും അള്ളാഹുവിന്റെ ചിന്ത, എന്ത് കിട്ടിയാലും അള്ളാഹുവിന്റെ ചിന്ത. അപ്പോൾ ആ ചിന്തയാണ് സത്യത്തിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ഉറക്കിൽ നിന്ന് ഉണർന്ന ഉടനെ ഒരാൾ പറഞ്ഞാൽ എന്താണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഗുഫിറ ലഹു ദംബുഹു കുല്ലുഹു വലൗ കാന മിസ്ല സബദിൽ ബഹരി. അവന്റെ പാപങ്ങളൊക്കെയും പൊറുക്കപ്പെടും, അത് സമുദ്രത്തിലുള്ള വെള്ളങ്ങൾക്ക് തുല്യമാണെങ്കിലും ശരി. അതിന്റെ ഉസ്താദ് വെള്ളം എന്ന് വായിച്ചെന്ന് വെച്ച് ഉന്മാലുണ്ടാക്കണ്ട. അങ്ങനെ തന്നെ കിതാബിൽ, ചില കിതാബുകളിൽ അങ്ങനെ തന്നെ ജുബദിന് മാ എന്ന് വേറൊരു പ്രയോഗം വന്നത് എടുത്തു കൊടുത്തിട്ട് മാ എന്ന് അർത്ഥവും വെക്കാം എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. അത് നമ്മുടെ മൻഹജിന്റെ ബുജൈരിമല്ല, മറ്റേ ബുജൈരിമ നോക്കിയാൽ കാണാൻ കഴിയും. സുബ്ഹാനല്ലാഹ്, ഏത് ദോഷങ്ങളാണെങ്കിലും സമുദ്രത്തിലുള്ള വെള്ളങ്ങൾക്ക് തുല്യമായ ദോഷങ്ങളുണ്ടെങ്കിൽ പോലും ദോഷങ്ങൾ പുറത്തു കൊടുക്കും. എന്താ ഒറ്റ ദിക്റില്ല ഇപ്പോൾ ഇത്ര പവറോ? അതിന്റെ കാരണം എന്താണെന്നറിയോ? അവന്റെ ഹൃദയം അല്ലാഹുവുമായി കണക്ഷനാ. അല്ലാത്ത പക്ഷം ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ ചെല്ലാൻ കഴിയില്ല. അവന്റെ ബിസിനസിന്റെ കാര്യം അവന് ഓർമ്മ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അവന്റെ തൊഴിലിന്റെ കാര്യം ഓർമ്മ ഉണ്ടാവുള്ളൂ. പെണ്ണുങ്ങളാണെങ്കിൽ ചിലപ്പോൾ അടുക്കളന്റെ കാര്യം ഓർമ്മ ഉണ്ടാവുള്ളൂ. അങ്ങനെയല്ലല്ലോ അവന് ഓർമ്മ വന്നത്. അവൻ എഴുന്നേറ്റ ഉടനെ തന്നെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലിമത്ത് തൗഹീദാണ് അവൻ ഉച്ചരിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും ഇവനെപ്പോഴും അല്ലാഹുവിന്റെ ഓർമ്മയിലാണ്. അങ്ങനെയുണ്ടല്ലോ, പണ്ട് 2 മഹാന്മാര്, സുബ്ഹാനല്ലാഹ്, അതൊക്കെ പറയാൻ സമയം കൊണ്ടുപോകും, ഞാൻ ചുരുക്കാണ്. ഞാൻ വേറെ ചില കാര്യങ്ങൾ കൂടി പറയാൻ വേണ്ടി ഫിഖ്ഹിന്റെ കിതാബ് വച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴും പറയണമെന്ന് വിചാരിക്കുന്നില്ല, സമയം കിട്ടാറില്ല. ഇന്നെങ്കിലും പറയണമെന്ന് വിചാരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോ സഹോദരന്മാരെ, ആ ഉപദേശം ബഹുമാനപ്പെട്ട ഇബ്നു സമ്മാഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ മാറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു പറയാണ്, ആ ഉപദേശം ഞാൻ അങ്ങ് കേട്ടപ്പോൾ ഫവഖഅ കലാമുഹു ഫീ ഖൽബി, എന്റെ ഹൃദയത്തിൽ ആ സംസാരം തറച്ചു. ആ സംസാരം എന്റെ ഹൃദയത്തിൽ തറച്ചു. ഫഅഖ്ബൽതു അലല്ലാഹി തആല, ഞാൻ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് മുന്നിട്ടു. വതറക്തു ജമീഅ മാ കുന്തു അലൈഹി, ഞാൻ ഉണ്ടായിരുന്ന എല്ലാ ചുറ്റുപാടുകളും ഞാൻ വിട്ടേച്ചു, എല്ലാം വിട്ടു. ഇല്ലാ ഖിദ്മത്ത് മൗലായ അലി ഇബ്നു മുസ്അദ്, ബഹുമാനപ്പെട്ട അലി ഇബ്നു മുസ്അദ് തങ്ങപ്പാപ്പ, അവരുടെ ഖിദ്മത്തല്ലാത്ത ബാക്കിയെല്ലാം വിട്ട് ഞാൻ അല്ലാഹുവിന്റെ പാതയിലേക്ക് അങ്ങോട്ട് നീണ്ടി. എല്ലാം വിട്ട്
അവസാനം മുപ്പര് ആരായെന്നറിയോ? സുബ്ഹാനല്ലാഹ്. എത്ര മുസ്ലിങ്ങളിൽ ജീവിച്ചിട്ട് വിശ്രമത്തിന് വേണ്ടി കിടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? ആ സീരിയസ് കിട്ടുകൊണ്ടും അവരോട് ചങ്ങാത്തം കൂടിക്കൊണ്ടും അവരോട് ഇടക്കിടക്ക് ബന്ധം സ്ഥാപിക്കുക. എത്രയോ ആളുകൾ നമ്മുടെ നാടുകളിൽ കാണാമല്ലോ. പള്ളിയുമായി ഉസ്താദുമാരുമായൊക്കെ ബന്ധമുള്ള ആളുകൾ അവർ കച്ചറകളിൽ കാണൂല. അതേ സമയത്ത് പല കമ്മിറ്റിക്കും പല സംഘടനയുണ്ടല്ലോ. ഇപ്പോ ഒരു ബന്ധവും ഉസ്താദുമാരായിട്ടുണ്ടാവില്ല. സംഘടന ഉണ്ടാക്കുമെന്ന ഉസ്താദുമാരായിട്ട് ബന്ധമില്ലാത്ത സംഘടന. അങ്ങനെയുള്ള എത്രയോ ആളുകളുണ്ട്. ചോരത്തളപ്പുണ്ടാകുന്ന സമയത്ത് പല എന്ത് യുദ്ധം ചെയ്താൽ തിരക്കേടില്ല, സമരം ചെയ്താൽ തിരക്കേടില്ല, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെ അല്ലേ? എന്നിട്ടോ ഒരു ഉസ്താദുമാരായിട്ട് ബന്ധമില്ല, ഒന്നുമില്ല. കുഴപ്പമില്ലാതെ എന്തെങ്കിലും ആ സമൂഹം ചെയ്യാറുണ്ടോ? നിങ്ങൾ പരിശോധിച്ചു നോക്ക്. ഇതൊക്കെ അല്ലാഹുത്തആല ബുദ്ധി തന്ന ബുദ്ധി കൊണ്ട് പരിശോധിക്കണം. ഏത് കച്ചറകളുണ്ടോ അവിടെയെല്ലാം അവരുടെ നേതൃത്വം ഉണ്ടാവും. ഇപ്പൊ കഴിഞ്ഞില്ലേ ബോളുകളിൽ കഴിഞ്ഞാ ചെമ്മീർ പറഞ്ഞു ഇല്ലേ? ശരിയെന്നല്ലേ? ഓൻ പറഞ്ഞ വിശ്വസിക്കാൻ പറ്റില്ല. ശരിയെന്നല്ലേ? അപ്പോ കഴിഞ്ഞു, അൽഹംദുലില്ലാ. അപ്പോ സുബ്ഹാനല്ലാഹ്, ആ കളിയിൽ മുൻപന്തിയിൽ നിന്നവരാരാണ്? ഓരോ വിഷയം നമ്മൾ ചിന്തിച്ചാൽ അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ സഹോദരന്മാരെ. അതുകൊണ്ട് ഉസ്താദുമാർ ചിലപ്പോൾ അവരുടേത് കേൾക്കുമ്പോൾ താൽക്കാലികമായ ഒരു പ്രേരണ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എങ്കിലും അതിൽ പിടിച്ചു തോന്നണം. കാരണം ഇത് ഇന്നും നടി തുടങ്ങിയതല്ല. ഈ താൽക്കാലികത്തിന്റെ കഥ ഇന്നും നടി തുടങ്ങിയതല്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ സദസ്സിന്റെ കഥ അറിയുമോ? മഹാനായ ഇബ്നു റജബ് ഹംബലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ലത്തായിഫുൽ മാരിഫിൽ പറയുന്നത് കാണാൻ കഴിയും. വകാനത്ത് മജാലിസുൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ അസ്ഹാബിഹി ആമ്മത്തിഹാ മജാലിസു തദ്കീരിൻ ബില്ലാഹ് വതർഗീബു വതർഹീബ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ സദസ്സുകൾ, അവിടുത്തെ അരുമ ശിഷ്യരാകുന്ന സ്വഹാബത്തിനോടുകൂടെയുള്ള സദസ്സുകൾ, ആ സദസ്സുകളെല്ലാം നബി തങ്ങളുടെ സദസ്സുകളെല്ലാം തന്നെ അള്ളാഹുവിനെ കൊണ്ട് ഓർമ്മിപ്പിച്ചു തരുന്ന സദസ്സുകളായിരുന്നു. എല്ലാം അള്ളാഹുവിനെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചു തരുന്ന നല്ല നല്ല സദസ്സുകൾ. അവിടെ നിന്ന് പോയിരുന്നാൽ കുറച്ച് റാഹത്താണ്, നല്ല സമാധാനത്തോടുകൂടെ തിരിച്ചു പോരാം. തെർഹീബും വതർഹീബും, കുറെ ആഗ്രഹിപ്പിക്കൽ, കുറെ പേടിപ്പിക്കൽ, സ്വർഗത്തിലേക്ക് ആഗ്രഹിപ്പിക്കൽ, അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് ആഗ്രഹിപ്പിക്കൽ. ഇങ്ങനെ ആഗ്രഹിപ്പിക്കൽ കുറെ നടക്കും, പേടിപ്പിക്കൽ കുറെ നടക്കും. ആ നരകണ്ട്, ഖബറുണ്ട്, അങ്ങനെയാണ്, അയാൾ പയച്ചീണ്, ഇയാൾ പയച്ചീണ്, ശ്രദ്ധിച്ചോളിയെ. ഇങ്ങനെ പേടിപ്പിക്കലുകള് ഇമ്മാ ബിതിലാവത്തിൽ ഖുർആനി ഔ ബിമാ ആതാഹുല്ലാഹു മിനൽ ഹിക്മത്തി വൽ മൗഇലത്തിൽ ഹസന വതഅലീമി മാ യൻഫഉ ഫിദ്ദീൻ.
അത് ഒരു പക്ഷേ ഖുർആൻ ഓതിക്കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ തങ്ങളെ അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്ത ഇൽമ് റസൂലുള്ളാഹി തങ്ങളുടെ കയ്യിലുള്ള നല്ല നല്ല ഉപദേശങ്ങളെ കൊണ്ടായിരിക്കും. ദീനിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടോ, ഉപദേശങ്ങൾ നൽകിക്കൊണ്ടോ, ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടോ ആ സ്വഹാബത്തിനെ അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന നല്ല നല്ല സദസ്സുകളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സ്. അതുകൊണ്ട് മഹാനുഭാവം പറയാ, ഫലിദാലിക, ആ കാരണം കൊണ്ട് ഖാനത്തിൽ കൽ മജാലിസു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സുകളായിരുന്നു തൂജിബുലി അസ്ഹാബിഹി, അവിടത്തെ ശിഷ്യന്മാർക്ക് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു റിഖ്ഖത്തുൽ ഖുലൂബ്, ഹൃദയങ്ങളുടെ ലോലത. കണ്ടില്ലേ? വമുജാലസാത്തുസ് സാലിഹീനൽ ഫുവ്വലാ, ഹൃദയത്തിന് ലോലത വരുത്തും, ഹൃദയത്തിന്റെ കാഠിന്യം പോക്കിക്കളയും. സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും പെൺകുഞ്ഞാണ് എന്നതിന്റെ പേരിൽ കൊല ചെയ്യാൻ മടിക്കാത്ത സമൂഹത്തിനെ എത്ര കണ്ട് ഉന്നതമായ മർത്തബയിലേക്ക് എത്തിച്ചു. വല്ലാത്തൊരു പവർ തന്നെ. നോക്ക് നിങ്ങൾ ആ തൻബീഹുൽ മുഖ്തരിനെടുത്താം, അവിടെ ഉണ്ട്, എടുത്തോന്ന് ബേജാറണ്ട. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഇന്ന് ബദർ ദിനം ആഘോഷിക്കുകയാണ് സഹോദരന്മാരെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബത്ത് ബദരീങ്ങളെ ആണ്ട് കഴിക്കുക എന്നുള്ളത് വെറും മൗലിദോതി ചീനിൽ നിന്ന് പിരിയല് മാത്രമല്ല, അത് വേണം, അത് പാടില്ല എന്ന് പറയുന്ന കക്ഷികളുണ്ട്. അവർക്ക് വേണ്ടത്ര കാര്യം മനസ്സിലാകാത്തത് കൊണ്ടാണ്. അല്ലാഹു തആല അവർക്കൊക്കെ സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. എന്നാൽ ബദരീങ്ങളോടുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല സഹോദരന്മാരെ, അതിനേക്കാളും വലിയ സ്നേഹം ആ ബദരീങ്ങളുടെ മാതൃക പിൻപറ്റി ജീവിക്കാൻ പഠിക്കണം. ഒരു ബദർ ദിനം കഴിയുമ്പോഴേക്ക് കഴിഞ്ഞ ബദർ ദിനത്തിന് കിട്ടിയതിനേക്കാളും കൂടുതൽ ബദരീങ്ങളോടുള്ള പിന്തുടർച്ച കിട്ടിയിരിക്കണം. അവരാണ് ശരിയായ ബദരീങ്ങളോട് മഹബത്തുള്ളവൻ. കഴിഞ്ഞ ബദർ ദിനത്തിന് കിട്ടിയതിനേക്കാളും ഈമാനും തഖ്വയും ബദരീങ്ങളോടുള്ള ഇത്തിമാവും ഈ വർഷം കൂടുതൽ കിട്ടിയിരിക്കണം. 10 ബദരീങ്ങളുടെ ആണ്ട് വയ്ക്കാൻ ഭാഗ്യം കിട്ടിയ ആള് അവൻ 2 ബദരീങ്ങളുടെ ആണ്ട് വയ്ക്കാൻ ഭാഗ്യം കിട്ടിയ ആളെ പോരാ. സാപ്പാടല്ല പറയുന്നത്, ഈമാനും തഖ്വയും ഇത്തിബാവും. നോക്കി നിങ്ങൾ, മഹാനായ ഖാനുൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയാണ്, അദ്റക്തു 70 റജുലൻ മിൻ അഹ്ലി ബദർ, ഞാൻ 70 ബദരീങ്ങളെ കണ്ടിട്ടുണ്ട്. ലൗ റഔകും ലഖാലു, ആരാ പറയുന്നത്? ബഹുമാനപ്പെട്ട താബിഈങ്ങളിൽ പ്രമുഖനാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അവസാന കാലഘട്ടത്തിൽ ജനിക്കുകയും അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ചെറുപ്പക്കാരനായി ഇസ്ലാം ദീന് പഠിച്ച സഹാബത്തിന്റെ കൂടെ ഇടപഴകി ജീവിച്ച മഹാനാണ് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറയാണ്, കൂട്ടരെ 70 ബദരീങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ലൗ റഔകും ലഖാലു, നിങ്ങളെങ്ങാനും ആ ബദരീങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ബദരീങ്ങളെങ്ങാനും നിങ്ങളെ കണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ പറയും, ഹാഉലായി മജാനിൻ, എന്താ ചങ്ങായിമാർ ഇവർക്കൊക്കെ പിരാന്താണോ എന്ന് തോന്നിപ്പോകും. നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഹാഉലായി മജാനീൻ, നമ്മളല്ല പറയുന്നത്. ആ താബീങ്ങളുടെ കാലഘട്ടത്തിലുള്ള ആളുകളെ കുറിച്ച് അസന്നതമാണ് പറയുന്നത്. നമ്മളെ കുറ്റ സ്ഥിതി പറയേണ്ട ആവശ്യമുണ്ടോ? ഹാഉലായി മജാനീൻ, ഇവരൊക്കെ പ്രാന്തന്മാരാണ്. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന് ജനങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെങ്ങാനും ബദരീങ്ങൾ കണ്ടുപോയാൽ ലഖാലു, അവര് പറയും, ഹൗലാഇ ലാ യുഅ്മിനൂന ബിയൗമിൽ ഹിസാബ്, ഇവർക്ക് ഖിയാമത്ത് നാളിന്റെ വിശ്വാസമില്ല എന്ന് പറഞ്ഞു പോകും. ആ പറഞ്ഞതിനർത്ഥം അത്ര കണ്ട് അവർ വകാന അഹദുഹും ലാ യഖ്റുജു മിൻ ബൈതിഹി ഇല്ലാ ലിൽ വുളൂഇ വസനാത്തിൽ ജമാഅത്തി ഫിൽ മസ്ജിദി, യഥേഷ്ടം വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി ലക്കും ലകാനുമില്ലാതെ ദുനിയാവിൽ അരുതുന്നതും അരുതാത്തതിന്റെയും പിന്നിൽ ഓടി നടക്കാൻ അവർ തയ്യാറായിരുന്നില്ല. ജമാഅത്ത് നിസ്കാരത്തിനും വുളു ചെയ്യാനുമില്ലാതെ ആ കുടിലുകളിൽ നിന്ന്, അവരുടെ കൂടാരങ്ങളിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും അവർ പേടിക്കുമായിരുന്നു. ഏത് അവസ്ഥയിലുള്ള മഹാന്മാരായിരുന്നു!
സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം, എത്രയോ കടുത്ത ഹൃദയത്തിന്റെ ആളുകളായിരുന്ന സ്വഹാബത്തിന്റെ കഥയാ പറയുന്നത്. അവരെ ഹൃദയം വളരെ ലോലമായി പോയി. എന്താ കാരണം? അവർക്ക് കിട്ടിയ മരുന്നെന്താണ്? കാന്തപ്രയോഗമാണ്, കാന്തമാണ്. ഏത് കാന്തം? നല്ല നല്ല ഉസ്താദിന്റെ വാഴങ്ങ് കേട്ടു. മഹാനായ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ നിന്ന് ഉപദേശം കേട്ടു. ആ ഉപദേശം കാരണം ഫലിദാലിക കാനത്തിൽ കൽ മജാലിസ് തൂജിബുൽ അസ്ഹാബിഹി റിഖത്തുൽ ഖുലൂബ് വസ്സുഹദ ഫിദ്ദുനിയ വറഗബത ഫിൽ ആഖിറ. ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ സദസ്സുകൾ ഇൽമിന്റെ സദസ്സുകളായതുകൊണ്ട് സ്വഹാബത്തിനെ, കൂട്ടരെ, മുത്തഅല്ലിമീങ്ങളെ ശരിക്കും ശ്രദ്ധിക്കണേ. എവിടെ പോയാലും എവിടെ പണിയെടുത്താലും ശമ്പളം നോക്കാതെ, ഇങ്ങോട്ട് കിട്ടുന്ന പ്രതിഫലം നോക്കാതെ, ഇൽമിന്റെ വ്യാപനത്തിന് വേണ്ടി, പ്രചരണത്തിന് വേണ്ടി മരിക്കോളം അശാന്ത പരിശ്രമം നടത്തണം. നമ്മൾ ഈ കെട്ടിന്റെ തലക്കെട്ടാണ്, ഈ പ്രതിജ്ഞയിലാണ് നമ്മൾ തലക്കെട്ട് കെട്ടിയിട്ടുള്ളത്, ഈ വേഷമണിഞ്ഞിട്ടുള്ളത്. സമൂഹത്തിന് വിവരം കിട്ടാത്തത് കൊണ്ടാണ് അവർ വഴിവഴിച്ചു പോകുന്നത്. അവരെ വിവരത്തിലേക്ക് എത്തിക്കാൻ പ്രയാസപ്പെട്ടുകൊണ്ട് രംഗത്ത് വേണം. പ്രതിഫലം കിട്ടുന്നതിന് തുല്യമായി മാത്രമേ ചെയ്യൂ എന്ന ഉറപ്പ് ദാഷ്ട്യത നമുക്കുണ്ടാകാൻ പാടില്ല. അർഹമുർറാഹിമീനായ റബ്ബേ, നീ പൊരുത്തപ്പെട്ട ദാഢ്യങ്ങളാണോ? നിന്റെ വിശുദ്ധ ഖുർആനും തിരുഹദീസും മതേ പറഞ്ഞ ദാഢ്യങ്ങളാരാണോ അവരിൽ ഞങ്ങളെ നീ പെടുത്തിത്തരണേ റഹ്മാനേ. സഹോദരന്മാരെ, ഞാനിത് പറയുന്നത് എന്തിനാണ്? ഇങ്ങനെയുള്ള സദസ്സുകളിൽ നിന്ന് പോലുമുള്ള അനുഭവം എന്താണ്? ലോകത്ത് ഇതിനേക്കാൾ ഉത്തമമായൊരു സദസ്സ് വേറെയില്ല. ലോകത്തെ ഏറ്റവും വലിയ സൂര്യനാണല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. ഇതിനേക്കാൾ വലിയ പരിവർത്തനം വരുത്താൻ പറ്റിയൊരു നേതാവിന്റെ സദസ്സ് വേറെ പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ. ആ സദത്തിന്റെ സ്ഥിതി എന്താണ്? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നത് കാണുക. ഖുൽനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾ ഒരിക്കൽ നബി തങ്ങളോട് പറഞ്ഞു, ഹബീബേ, മാലന, നമുക്കെന്താ പറ്റിപ്പോയത് അറിയുന്നില്ലല്ലോ. ഇതാ കുന്നാ ഇൻദക റഖത്ത് ഖുലൂബുന, ഞങ്ങൾ നിങ്ങളുടെ സന്നിധാനത്തിലാണെങ്കിൽ നബി തങ്ങളെ, നിങ്ങളുടെ സദസ്സിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ, നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ വളരെ ലോലമാകുന്നുണ്ട്. വസഹദിനാ ഫിദ്ദുനിയാ, ദുനിയാവിൽ ഞങ്ങൾക്ക് വിരക്തി തോന്നുന്നുണ്ട്. വകുന്നാ മിൻ അഹ്ലിൽ ആഖിറ, ആ സമയത്ത് നമ്മൾ ആഖിറത്തിന്റെ ആളുകളായി മാറിപ്പോകാറുണ്ട്. ഫഇദാ ഖറജ്നാ മിൻ ഇൻദിക, അതേ സമയത്ത് അങ്ങയുടെ മുന്നിൽ നിന്ന് ഞങ്ങൾ പുറത്തു പോയാലോ, ഫാൻസാനാ അഹ്ലുനാ ഫാനസ്നാ അഹ്ലനാ, നമ്മുടെ കുടുംബക്കാരോട്, ഭാര്യനോട്, മക്കളോടുകൂടെ ഞങ്ങൾ നേരം പോക്കാകാൻ വേണ്ടി ഇരിക്കും. അവരുടെ കൂടെ സൊറ പറയാനിരിക്കും. ദുനിയാവിന്റെ കാര്യങ്ങൾ, അടുക്കള കാര്യങ്ങൾ ചർച്ച ചെയ്യാനിരിക്കും. വശമ്മംനാ ഔലാദനാ, നമ്മുടെ മക്കളെ നമ്മൾ മണത്തും, അവരെ ചുംബിക്കും. ഇങ്ങനെയാകുമ്പോൾ അങ്കർന അംഫുസന, നമുക്ക് നമ്മുടെ കാര്യം പിടുത്തം കിട്ടുന്നില്ല. ഇതെന്താണ് നബിയെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങയുടെ മുമ്പിലുള്ള അവസ്ഥയല്ല വീട്ടിൽ മുമ്പിൽ നിന്ന് പുറത്തു പോകുമ്പോൾ. കണ്ടില്ലേ? അപ്പൊ എപ്പോഴും വേണമെന്നാ പറയുന്നത്. ഒരു സദസ്സ് കിട്ടിയെന്ന് വിചാരിച്ച് ഒക്കെ കഴിഞ്ഞിന് വിചാരിക്കരുത്. ഇതുകൊണ്ടാണല്ലോ ഫത്തുൽ ബാരി നോക്കിയാൽ കാണാൻ കഴിയും, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എല്ലാ വ്യാഴാഴ്ചയും പ്രത്യേകമായി ക്ലാസ് സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. എല്ലാ വ്യാഴാഴ്ചയും ക്ലാസ്. എന്താ കാരണം? അങ്ങനെയാണ്. അതേത് കാല? സ്വഹാബത്തിന്റെ കാലമാണ്. സ്വഹാബത്തിന്റെ കാലത്ത് തന്നെ, അല്ലെങ്കിൽ താബികളിൽ നിന്ന് ആദ്യത്തെ താബികളുടെ കാലഘട്ടത്തിൽ, താബിയല്ല, ആ കാലഘട്ടത്തിൽ തന്നെ എല്ലാ ആഴ്ചയും ക്ലാസ് സംഘടിപ്പിക്കാൻ മാത്രം എന്താണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രചോദനമുണ്ടായത്? ഒരു ക്ലാസ് കൊണ്ട് മാത്രം കാര്യം നേടൂല. അവിടുന്ന് പുറത്തുപോയാൽ ഇതൊക്കെ ഏത് കാലഘട്ടമാണ്? ഇത്രയും ദുനിയാവിന്റെ പളപളപ്പില്ലാത്ത കാലഘട്ടമാണ് അല്ലേ? ദുനിയാവ് ഇത്രയും അതിന്റെ സൗന്ദര്യം പ്രകടമാക്കാത്ത കാലഘട്ടത്തിൽ പോലും
ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ നബിയെ അങ്ങയുടെ സന്നിധാനത്തിൽ നിന്ന് വീട്ടിലോട്ട് പോയാൽ നമുക്കെന്താണെന്നറിയില്ല, നിങ്ങളുടെ സദസ്സിലിരിക്കുന്ന അവസ്ഥ കിട്ടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത്ര തന്നെ വേണമെന്ന് വാശി പിടിച്ചില്ല. അത് വേണ്ട, കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ അന്നകും ഇദാ ഖറജതും മിൻ ഇൻദി കുൻതും അലാ ഹാലികും ദാലിക ലസാറത്തുകുമുൽ മലായികതു ഫീ ബുയൂതികും വലൗ ലം തുദ്നിബൂ ലജാ അല്ലാഹു ബിഖൽഖിൻ ജദീദ് ഹത്താ യുദ്നിബൂ ഫയഗ്ഫിറു ലഹും. കണ്ടില്ലേ നബി തങ്ങൾ പറഞ്ഞത്? സാധുക്കളായ നമുക്കൊരു ചെറിയ സമാധാനമാണ്. എന്താ പറഞ്ഞത്? കൂട്ടരെ, ലൗ അന്നക്കും ഇദാ ഖറജതും മിൻ ഇൻദി, നിങ്ങൾ എന്റെ അരികിൽ നിന്ന് പുറത്തു പോകുമ്പോഴും കുന്തും അലാ ഹാരിക്കും ദാലിക, ഇവിടെ ഉള്ളതുപോലെയുള്ള അവസ്ഥ തന്നെയാണ് നിങ്ങളുടെ വീട്ടിൽ പോയാലും എങ്കിൽ ലസാറത്തുകുമുൽ മലായികതു ഫീ ബുയൂതികും, ഉറപ്പാണ് നിങ്ങളുടെ വീട്ടിൽ മലായികത്തുകൾ സന്ദർശിക്കും, സംശയമില്ല. വലൗലം തുദിനിബൂ, നിങ്ങൾ തെറ്റ് ചെയ്യൂല എന്ന അത്രയും വാശി പിടിച്ച ആളുകളാണെങ്കിൽ ലജാ അല്ലാഹു ബിഖൽഖിൻ ജദീദ്, നിങ്ങളെ മാറ്റിയിട്ട് പുതിയൊരു തലമുറയെ അല്ലാഹു കൊണ്ടുവരും. ഹത്താ യുദ്നിബൂ, തെറ്റ് ചെയ്യാൻ. ഫയഗ്ഫിറു, എന്നിട്ട് അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. ഇന്നലെ ഞാൻ ബിശ്ർ ഹാഫിർ റളിയല്ലാഹു അൻഹുവിന്റേതാണോ ഇനി വേറെ ഒരു ആരിഫായ ഏത് മഹാനാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു മഹാൻ പറഞ്ഞത്, ഒരാൾ തെറ്റ് ചെയ്യണ്ട എന്ന് തീർത്തും വിചാരിക്കുകയാണെങ്കിൽ അല്ലാഹു തആലയുടെ ഗഫൂർ എന്ന സിഫത്ത് പുറത്തറിയരുതെന്നാണ് മൂപ്പരുടെ ധാരണ. അല്ലാഹു തആലക്ക് ഗഫൂർ എന്തിനാ, അഫൂ എന്തിനാ, ഗഫാർ എന്തിനാ? ഇതൊക്കെ അഡ്വാൻസ് ജാമ്യം വന്നിട്ട് തെറ്റ് ചെയ്യാനുള്ള ഓൾ ഇന്ത്യ പെർമിറ്റിലല്ല. അങ്ങനെ മനസ്സിലാക്കുന്ന ചില ബുദ്ധിശൂന്യന്മാരുണ്ട്. അവർക്ക് കുഞ്ഞാപ്പൂന്റെ കുഞ്ഞാപ്പൂലും മറ്റേ ഇവന്റെ റോൾ എടുക്കാൻ പറ്റും. അല്ല, പൂങ്കാവനത്തിലെ കുഞ്ഞാപ്പൂന്റെ റോള്. ബുദ്ധിയില്ലാത്ത കക്ഷികൾ. തെറ്റ് ചെയ്യാനുള്ള പെർമിറ്റ് അല്ലത്. മനുഷ്യൻ അങ്ങനെയാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്തേക്കും ആകർഷണമുള്ളൊരു വസ്തുവാണ്. മലായികത്തേക്കും ആകർഷണമുണ്ട്, ശയാത്തീനിലേക്കും ആകർഷണമുണ്ട്. പിശാചിലേക്ക് മനുഷ്യൻ ആകർഷിക്കുന്നു, മലക്കിലേക്ക് ആകർഷിക്കുന്നു. രണ്ടിന്റെ നടുവിൽ നിൽക്കുന്നവനാണ് മനുഷ്യൻ. കണ്ടില്ലേ? മനുഷ്യന് ഇൽഹാമുണ്ടാകും, വസ്വാസുമുണ്ടാകും. ഇൽഹാം മലായികത്തിന്റെ ഭാഗത്ത് നിന്ന്, വസ്വാസ് പിശാചിന്റെ ഭാഗത്ത് നിന്ന്. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ മിൻഹാജുൽ ആബിദീന്റെ തുടക്കത്തിൽ നോക്കിയാൽ കാണാൻ കഴിയും, മനുഷ്യന്റെ ബാഇസുൻ മലക്കിയുണ്ടാവും, ബാഇസുൻ ശൈത്താനിയുണ്ടാവും. പിശാചിന്റെ ഭാഗത്തു നിന്നുള്ള പ്രേരണകൾ വരും, മലായികത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രേരണകൾ വരും. അതിന്റെ പേരാണ് ഇൽഹാം, മറ്റേതിന്റെ പേരാണ് വസ്വാസ്. കണ്ടില്ലേ? അതുകൊണ്ട് തന്നെ മനുഷ്യന് താല്പര്യമില്ല, തെറ്റ് ചെയ്യാൻ താല്പര്യമില്ല. തെറ്റ് ചെയ്യരുത്, വരരുത്, സംഭവിക്കരുത് എന്നാണ് അവന്റെ എപ്പോഴുമുള്ള താല്പര്യം. അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുന്നു, അതിനുവേണ്ടി ദുആ ചെയ്യുന്നു, അതിനുവേണ്ടി പണിയെടുക്കുന്നു. പക്ഷെ വീണുപോകുന്നു. ഈ വീഴുന്നത് ഉടനെ തന്നെ അവൻ അല്ലാഹുവിനോട് പറഞ്ഞാൽ, അല്ലാഹു ഗഫൂറാണ്, ഗഫാറാണ്. നബ്ബിഅ ഇബാദി അന്നീ അനൽ ഗഫൂറുർ റഹീം. വല്ലാത്ത ഒരു പറച്ചിലാണ് എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കണേ നബിയേ. അല്ലാഹു മൂടി വെച്ചിരിക്കല്ല, നബി അങ്ങ് പരസ്യപ്പെടുത്തണേ. അന്നീ അനൽ ഗഫൂറുർ റഹീം, ഞാൻ വല്ലാതെ പുറത്തു കൊടുക്കുന്നവനാണ്, വല്ലാതെ കരുണ ചെയ്യുന്നവനാണ് എന്നൊന്ന് പറഞ്ഞു കൊടുക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു. അപ്പോ ഇതൊക്കെ ഇത് സച്ചരിതരായ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ തന്നെയുള്ള അവസ്ഥയാണ്. ഉസ്താദ്മാരുടെ മുമ്പിലിരിക്കുമ്പോ സദസ്സിലിരിക്കുന്ന അതേ അവസ്ഥ ചിലപ്പോൾ പുറത്തിറങ്ങാണ്ടാവില്ല. അപ്പോൾ പിന്നെയും വീണ്ടും സദസ്സ് വേണം, പിന്നെയും പങ്കെടുക്കണം. ആജീവനാന്തം കിട്ടാൻ വേണ്ടി ഒറ്റ സദസ്സ്, രണ്ടാമത്തെ ഞാൻ പോവില്ല എന്ന് തീരുമാനിച്ചാൽ ആ മൗഢ്യനാണ്, ബുദ്ധിശൂന്യനാണ്. നോക്ക് നിങ്ങൾ, ഇത് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം മാത്രമല്ല, ബഹുമാനപ്പെട്ട ഹൻളല റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം വേറുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ പലപ്പോഴും. നാഫഖ ഹൻളല. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കിതാബ് തൗബയിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഹൻളല റളിയല്ലാഹു അൻഹു കണ്ടില്ലേ, നാഫഖ ഹൻളല എന്നാ പറയുന്നത്. ഹൻളല മുനാഫിഖായി. എന്താന്ന് ചോദിക്കുമ്പോ എന്താ പറയണേ?
നക്കൂനു ഇൻദക തുദക്കിറുനാ ബിൽ ജന്നത്തി വന്നാർ ഹത്താ കഅന്നഹുമാ റഅയൻ. നബിയെ, ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലാകുന്ന സമയത്ത് നിങ്ങൾ സ്വർഗവും നരകമൊക്കെ ഇങ്ങോട്ട് പറഞ്ഞ് വയല് പറയുമ്പോൾ ഞങ്ങൾ നേരെ കണ്ണിന്റെ മുമ്പിൽ സ്വർഗവും നരകവും കാണുന്ന മാതിരി തോന്നുന്നു. ഫൈദാ റജഅനാ മിൻ അൻദിക, അങ്ങയുടെ അരികിൽ നിന്ന് ഞങ്ങളങ്ങ് പുറത്തു പോയാലോ, ഹാഫസ്നൽ അസ്വാജ, നമ്മളെ ഭാര്യമാരുമായി നമ്മൾ ബന്ധത്തിലേർപ്പെട്ടാൽ, വൈഅത്ത, നമ്മുടെ ബിസിനസ്സുകളിൽ തൊഴിലുകളിൽ ഏർപ്പെട്ടാൽ, വനസീന കസീറ, ധാരാളം നമ്മൾ മറന്നുപോകുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോടും പറഞ്ഞു, ലൗ തദൂമൂന അലൽ ഹാലില്ലത്തി തഖൂമൂന ബിഹാ മിൻ ഇൻദി, നിങ്ങൾ എന്റെ അരികിൽ നിലകൊള്ളുന്ന സമയത്തുള്ള അതേ അവസ്ഥയുടെ മേലിൽ സ്ഥിരമായി നിൽക്കുന്നവരാണെങ്കിൽ ലസാഫഹത്തുകുമുൽ മലായികത്തു ഫീ മജാലിസിക്കും വഫീ തുറുഖിക്കും, അപ്പോൾ നിങ്ങളുടെ സദസ്സുകളിലും നിങ്ങളുടെ വഴികളിലും നിങ്ങൾ എവിടെ പോകുന്നുണ്ടോ അവിടങ്ങളിലെല്ലാം മലക്കുകൾ നിങ്ങളെ മുസാഫഹത്ത് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഹല്ലല സഅത്തൻ സഅ, ചില സമയങ്ങളിൽ ഇങ്ങനെ, ചില സമയങ്ങളിൽ അങ്ങനെ, അത് മതി. എന്നാൽ തന്നെ രക്ഷപ്പെടാൻ ധാരാളമാണ്. ഹൃദയം കറുത്തു പോകരുത്, ഹൃദയത്തെ കറുപ്പിച്ച് കളയരുത്. അല്ലാഹുവാണ് എന്ന ചിന്ത നിസ്കരിക്കാൻ കൈയെട്ടിയാലും കിട്ടാതെ പോകരുത്. ദിക്റിന്റെ സദസ്സിൽ പങ്കെടുത്താൽ മധുരമില്ലാതെയായി പോകരുത്. ഖുർആൻ മറച്ചു വെച്ചാൽ പോലും അല്ലാഹുവിന്റെ കലാമാണെന്നുള്ള ബഹുമാനമില്ലാതെയായി പോകരുത്. അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്താൻ പാടില്ല. അല്ലാഹു തആല തന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. കണ്ടില്ലേ, ഇത് ഒരു വലിയ സിദ്ധാന്തമായി പഠിക്കേണ്ട കാര്യമാണ്, ഒരു അടിസ്ഥാന സിദ്ധാന്തമായി, ഇതൊരു ഫോർമുലയായി മനസ്സിരുത്തേണ്ട കാര്യമാണ്. എത്ര കണ്ട് മനുഷ്യൻ ഭൗതികമായി ഏർപ്പെടാൻ എത്ര കണ്ട് ഏർപ്പെട്ടുകൂടാ, വ്യക്തമായ ധാരണ നൽകുന്ന ആയത്താണ് ആ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മക്കൾ വേണം, സമ്പത്ത് വേണം, തൊഴിൽ വേണം, ബിസിനസ് വേണം, പക്ഷേ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്, നിങ്ങളുടെ സമ്പത്തുക്കളും നിങ്ങളുടെ സന്താനങ്ങളും അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്ന് നിങ്ങളെ എൻഗേജ് ആക്കി കളയരുതേ. അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്ന് എൻഗേജ് ആകരുത്. തൊഴിലാളി തൊഴിലെടുക്കുന്ന സമയത്തും അല്ലാഹുവിന്റെ ദിക്ർ അവന്റെ ഖൽബിൽ വേണം. വലിയ ബിസിനസ്സുകാരൻ ബിസിനസിന്റെ കസാരയിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനും അല്ലാഹുവിന്റെ ദിക്ർ മനസ്സിൽ വേണം. ദിക്ർ എന്ന് പറഞ്ഞാൽ തസ്ബീഹ് സുബ്ഹാനല്ലാഹ് മറക്കൽ മാത്രമല്ല. സുബ്ഹാനല്ലാഹ് അതിനേക്കാൾ വലിയ ദിക്റാണ് ഈ പറഞ്ഞത്. അതേതാണ് ദിക്ർ? അല്ലാഹുവിന്റെ ഓർമ്മ. താൻ അല്ലാഹുവിന്റെ അടിമയാണെന്നും താൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവന്റെ വിധികൾക്ക് പൂർണ്ണമായും അവന്റെ വിധിവിലക്കുകളോട് അനുസൃതമായും അനുയോജ്യമായും ആയിരിക്കണമെന്നും കണിശമായ ഒരു ധാരണ അവന്റെ മനസ്സിൽ വരണം. അവനാണ് അല്ലാഹുവിന്റെ ദിക്ർ മനസ്സിലുള്ളവൻ. അപ്പോൾ അവന്റെ കച്ചവടത്തിൽ ഹറാമ് സംഭവിക്കുകയില്ല, അവന്റെ തൊഴിലിൽ ഹറാമ് സംഭവിക്കുകയില്ല, അവന്റെ ഏർപ്പാടുകളിൽ ഹറാമ് സംഭവിക്കുകയില്ല, അവന്റെ മക്കളെ പോറ്റുന്നതിൽ ഹറാമ് സംഭവിക്കുകയില്ല. എല്ലാം അല്ലാഹു നിയന്ത്രണത്തിലൂടെ പോകും. കണ്ടില്ലേ, നിങ്ങൾ നോക്ക്, മഹാനായ ഹദ്ദാദ് തങ്ങൾ പറയുന്ന ഒരു വാർത്ത ഞാൻ വായിക്കാം. വയലം, മോനെ നീ അറിയണം, അന്നഹു ലാ യതഅയ്യനു അൽ ഇൻസാൻ, ഒരു മനുഷ്യന്റെ മേലിൽ ഒരു ബാധ്യതയായി വരികയില്ല. ഇദാ അറാദ ദുഖൂല ഫീ തരീഖില്ലാഹ്, അല്ലാഹുവിന്റെ റൂട്ടിലേക്ക് പ്രവേശിക്കാൻ അയാൾ ഉദ്ദേശിച്ചാൽ അയാൾക്കൊരിക്കലും ബാധ്യതയാവുകയില്ല. അൻ യഖ്റുജ മിൻ മാലിഹി ഇൻ കാന ലഹു മാലുൻ, അവന് സമ്പത്തുണ്ടെങ്കിൽ ആ സമ്പത്തിൽ നിന്ന് പുറത്തു ചാടണമെന്ന് ഒരിക്കലും അവനക്ക് ബാധ്യതയില്ല. ആ സമ്പത്ത് അവൻ കൈവിട്ടുകൊള്ളണമെന്നില്ല. ഔ യത്റുക ഹിർഫതഹു, അല്ലെങ്കിൽ അവന്റെ തൊഴിലിനെ അവൻ കൈവിട്ടുകൊള്ളണമെന്നില്ല. വതിജാറതഹു, അവന്റെ ബിസിനസിനെ അവൻ ഉപേക്ഷിക്കണമെന്നില്ല. ഇൻകാന മുഹ്തരിഫൻ ഔ മുത്തജിറ, അവൻ തൊഴിലാളിയോ അവൻ ബിസിനസ്മാനോ ആണെങ്കിൽ അത് ഉപേക്ഷിക്കൽ ഒരിക്കലും അവന് വേണ്ടതില്ല. ബലില്ലദീ യതഅയ്യനു അലൈഹി, മറിച്ച് അവന്റെ മേലിൽ ബാധ്യതയായിട്ടുള്ളത് എന്താണ്? തഖ്വല്ലാഹി ഫീമാ ഹുവ ഫീഹി, അവൻ ഏത് മേഖലയിലാണോ ഉള്ളത് ആ മേഖലയിൽ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം. കേട്ടോ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം. കണ്ടില്ലേ, എത്രയോ കച്ചവടക്കാരുണ്ട്, എത്രയോ തൊഴിലാളികളുണ്ട്, എത്രയോ കർഷകരുണ്ട്. നമ്മളെയൊക്കെ ഓവർടേക്ക് ചെയ്യും, നമ്മളെല്ലാം ഓവർടേക്ക് ചെയ്യും. എത്രയോ മഹാന്മാരുണ്ടവർ.
ഞാൻ ഓവർടേക്ക് ചെയ്യുന്നു പറഞ്ഞതും എന്റെ അഭിപ്രായം പറയല്ല. മഹാനായ ഇമാം നേരത്തെ നമ്മൾ പറഞ്ഞ അബൂ സുലൈമാൻ ദാറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഇബാറത്ത് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അബൂ സുലൈമാൻ ദാറാനി റളിയല്ലാഹു അൻഹു പറയുന്നത് സുബ്ഹാനല്ലാഹ്, എത്രയോ ആളുകള് നമ്മൾ ഈ തഹജ്ജുദ് നിസ്കരിക്കലും നമ്മൾ പള്ളിയിൽ തന്നെ കുത്തിരിക്കലും ഇതൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ കയ്യാണ്. എന്നാൽ ഇതിനേക്കാളെല്ലാം ഭാഗ്യം തേടുന്ന മനുഷ്യന്മാരുണ്ട് എന്ന് പറയുന്നത് മഹാനായ അബൂ സുലൈമാൻ ദാറാനി റളിയല്ലാഹു അൻഹു ആണ്. ബഹുമാനപ്പെട്ടവരുടെ പ്രധാന ശിഷ്യനാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെല്ല അടുത്ത കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അഹ്മദ് ബിൻ അബിൽ ഹവാരി റളിയല്ലാഹു അൻഹു മഹാനുഭാവൻ ഖുർആൻ ഓതുന്നത് കേട്ടാൽ അപ്പോൾ ബോധം കെട്ടു വീണുപോകും, ഒച്ച വെച്ച് കരയാൻ തുടങ്ങും എന്ന് പറഞ്ഞില്ലേ? ആ മഹാനായ ശിഷ്യനോട് ബഹുമാനപ്പെട്ടവര് പറയാണ്, ലിതർക്കി ശഹവാതി സവാബുൻ വലിൽ മുദാവമതി സവാബുൻ. കണ്ടോ, ഷഹവാത്തുകൾ ഉപേക്ഷിക്കുന്നതിൽ കൂലിയാണ്, ചികിത്സിക്കുന്നതിന് കൂലിയാണ്. ഷഹവാത്തുകൾ ഉപേക്ഷിക്കാൻ കൂടുതൽ ചാൻസ് ആർക്കാണ്? അങ്ങാടിയിൽ പണിയെടുക്കുന്ന ആളുകൾക്കാണ്. കാരണം അവിടെയാണ് കൂടുതൽ ഹറാമ് പറയാനുള്ള ചാൻസ് ഉള്ളത്, അവിടെയാണ് കൂടുതൽ ഹറാമ് കേൾക്കാനുള്ള ചാൻസ് ഉള്ളത്, അവിടെയാണ് കൂടുതൽ ഹറാമ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളത്. ഇങ്ങനെ ഹറാമിന്റെ വികാരങ്ങൾ, ആഗ്രഹങ്ങൾ, കൊതികൾ, അതിനെ ഉപേക്ഷിക്കുന്നതിന് പ്രതിഫലമാണ് ശിഷ്യ. മഹാനായ അഹ്മദ് ബിൻ അബിൽ ഹവാരി റളിയല്ലാഹു അൻഹുവിനോട് അബൂ സുലൈമാൻ ദാറാനി റളിയല്ലാഹു അൻഹു പറയാണ്, വികാരങ്ങളെ ഉപേക്ഷിക്കുന്നതിൽ കൂലിയുണ്ട്. ഇങ്ങനെ ഓരോന്ന് എണ്ണീട്ട് മുമ്പ് പറയാം. വൈന്നമാനവാന്ത, ഞാനും ഇയ്യക്കപ്പോ നിമ്മ യക്കൂമു ലൈലത്തം വയനാമു ലൈലത്തേനി, ഒരു ദിവസം ചിലപ്പോൾ നീറ്റ് നിസ്കരിക്കും, 2 ദിവസം ഉറങ്ങും. ഇങ്ങനത്തെ ഒരു കഥയാണ്. യസൂമു യൗമ യുഫ്തിറു യൗമൈനി, ഒരു ദിവസം നോൽക്കും, ഒരു 2 ദിവസം നോമ്പ് മുറിക്കും. പിന്നെ ലൈസ തസ്തനീറുൽ ഖുലൂബ് വലാ ഹലാ, ഇതിനൊന്നും ഹൃദയം വെളുക്കൂല. വളരെ താന്ന് കൊണ്ട് പറയാണ്. ആ പറഞ്ഞതിന് അർത്ഥം എന്താ? അത് മോശാണെന്നല്ല, അവരൊക്കെ ഔലിയാക്കന്മാരുടെ പദവിയില്ല. പക്ഷേ ഇതിനേക്കാളും വലിയ പ്രതിഫലം വാങ്ങുന്ന ആളുകൾ അങ്ങാടികളിലും മറ്റുമൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങാടികളിൽ ജീവിക്കുന്ന ആളുകൾക്ക് എന്ത് വേണം? തൊഴിൽശാലകളിൽ ജീവിക്കുന്ന ആളുകൾക്ക്, പാഠശാലകളിൽ പോകുന്ന ആളുകൾക്ക് എന്ത് വേണമെന്നറിയോ? ബലില്ലദീ യതഅയ്യനു അലൈഹി തഖ്വല്ലാഹി ഫീമാ ഹുവ ഫീഹി, അവൻ ഏതൊരു മേഖലയിലാണോ ഉള്ളത് ആ മേഖലയിൽ ഏത് തഖ്വയാണോ വേണ്ടത് ആ തഖ്വ അവനിൽ ഉണ്ടായിരിക്കണം. വൽ ഇജ്മാലു ബിത്തലബി ഒരു സുന്നത്തോ ഫർളോ കൈവെടിയാത്ത നിലക്ക് അവൻ ആ നിലക്കായിരിക്കണം അവൻ ദുനിയാവിനെ തേടിക്കൊണ്ടിരിക്കേണ്ടത്. മാത്രമല്ല ഒരു ഹറാമായ കാര്യത്തിലോ അനാവശ്യ വിഷയങ്ങളിലോ അവൻ വീണു പോകാൻ പാടില്ല. കണ്ടില്ലേ? ഞാനിതെന്തിനാ പറഞ്ഞത്? ആ നിലയ്ക്ക് ജീവിക്കാനേ നമുക്ക് കടപ്പാടുള്ളൂ. സ്വർഗത്തിലേക്ക് പോകുന്നവരെ മുഴുവനും ഇൻഷാ അല്ലാഹ് ഇപ്പൊ അത് പറഞ്ഞാൽ സമയം വീകുന്നത് കൊണ്ട് ഞാൻ അതിന്റെ കടക്കുന്നില്ല. ഇനി ഞാൻ മറ്റു വിഷയം പറയാൻ വിചാരിച്ചത് നടക്കുമെന്നിപ്പോ തോന്നുന്നില്ല. ഏതായാലും ഇതുകൊണ്ട് പൂർത്തിയാക്കാം. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ അല്പാൽപമായി സദസ്സിൽ നിന്ന് ഈമാൻ വർദ്ധിപ്പിച്ചും ഹൃദയം ക്ലീൻ ചെയ്തും മനുഷ്യൻ മുന്നേറിക്കൊണ്ടിരിക്കണം. കാരണമെന്താണെന്നറിയോ? വയലിന്റെ സദസ്സുകൾ സഹോദരന്മാരെ, സഹോദരിമാരെ, പഴയ കാലത്തേക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്തൊരു കരച്ചിലാണ് സദസ്സുകളിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നത്. വയലിന്റെ സദസ്സുകൾ എങ്ങനെയല്ലേ? മഹാന്മാര് പറഞ്ഞത് കേട്ടില്ലേ? അൽ മവാഇദു സിയാത്തുൻ തുറബു ബിഹൽ ഖുലൂബ് വതുഅസ്സിറു ഫിൽ ഖുലൂബ് നമ്മളെ കാളവണ്ടി കണ്ടിട്ടില്ലേ? കുതിരവണ്ടി കണ്ടിട്ടില്ലേ? ആ കാളയും കുതിരയുമെല്ലാം എഴുന്നേറ്റ് ഓടാനും പായാനും മടി കാണിക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കുന്ന അതിന്റെ ഉടമസ്ഥൻ ഒരു ചാട്ടവാറ് കൊണ്ട് അടിച്ചാൽ മടി കാണിച്ച് കിടക്കുന്ന കാള എഴുന്നേറ്റ് സ്പീഡിൽ ഓടുന്നത് കണ്ടിട്ടില്ലേ? ചാട്ടവാറ് കൊണ്ടുള്ള അടി ശരീരത്തിൽ ഫലം ചെയ്യുന്നത് നാം കാണാറില്ലേ? എന്നാൽ ഉസ്താദുമാര് പറയുന്ന വയലുകൾ സിയാത്തും, അത് ചാട്ടവാറുകളാണ്. തുറബു ബിഹൽ ഖുലൂബ്, ആ ചാട്ടവാറ് കൊണ്ട് അടി കിട്ടുന്നത് ഹൃദയങ്ങൾക്കാണ്.
അപ്പോൾ ആ ചാട്ടവാറുകളാകുന്ന വയലുകൾ ഹൃദയത്തിൽ ശരിയായ പരിവർത്തനം ചെയ്യും. ചാട്ടവാറ് ശരീരത്തിൽ ബോഡിയിൽ എന്ത് കണ്ട് പരിവർത്തനം വരുത്തുമോ, മാറ്റം വരുത്തുമോ, ഇപ്രകാരം മനുഷ്യന്റെ ഹൃദയത്തിന് വയലുകൾ സ്വാധീനം ചെലുത്തും. ഒരു കാലഘട്ടം ഇതുവരെ നമ്മുടെ ദീന് നാടുകളിൽ നിലനിന്നത് കൂട്ടരെ ഇതാണ്. ഉസ്താദുമാരുടെ പാതിരാ വയലുകളിലാണ് നമ്മുടെ നാടുകളിൽ തഖ്വ അത് വളർന്നതും വലുതായതും വികസിച്ചതും. നാട്ടിലെ പള്ളികൾ മുഴുവനും ഉണ്ടായത് എങ്ങനെയാണ് അല്ലേ? നമ്മളൊക്കെ വളർന്ന് വലുതായത് എങ്ങനെയാണ്? നമ്മുടെ പഴയ കാലത്തുള്ള ഉസ്താദുമാരുടെ ആ ശക്തമായ സദസ്സ് സെറ്റപ്പ് ചെയ്ത് അത് അവിടെയുള്ള വയല്. ഇന്നെല്ലാം ദുന്യാവ് തലേ കയറിയിട്ട് പള്ളിന്റെ ഉള്ളിൽ തന്നെ കിട്ടിയാലും മൂപ്പർക്ക് വയല് വേണ്ട. മുത്താലിമേക്കും വേണ്ട, നാട്ടുകാർക്കും വേണ്ട, ആർക്കും വേണ്ട. എല്ലായിടത്തുള്ള സ്ഥിതിയാണ്. സ്വന്തം മുറ്റത്ത് കിട്ടിയിട്ട് വേണ്ട. അങ്ങനത്തെ ഒരു കാലഘട്ടമായി പടച്ചവനെ നമ്മൾ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നോക്ക് നിങ്ങള്, കാന കസീറും മിനസ് സലഫി ഇദാ ഖറജൂ മിൻ മജ്ലിസി സമാഇ ദിക്ർ, അല്ലാഹുവിന്റെ നല്ല തത്വോപദേശങ്ങൾ കേൾക്കുന്ന സദസ്സിൽ നിന്ന് മുൻകഴിഞ്ഞു പോയ മഹത്തുക്കൾ പുറപ്പെട്ടാൽ ഖറജൂ വഅലൈഹിമുസ് സക്കീനത്തു വൽ വഖാർ, അവർ പുറത്തു പോകുന്നത് വളരെ തല താഴ്ത്തിയിട്ടും വളരെ ഭക്തിയോടുകൂടെയും പേടിയോടുകൂടെയുമാണ്. ചില ആളുകൾക്ക് അത് കഴിഞ്ഞാലുടനെ ഭക്ഷണം കഴിക്കാൻ പോലും കഴിയില്ല. കാരണം ടെൻഷൻ വന്നുപോയി. ചില ആളുകൾ കേട്ടതുപോലെ കുറെ കാലം കൊണ്ടു നടക്കും. ഒരു സദസ്സിന് കേട്ടാൽ അത് ഒരു 2-3 മാസം അവന്റെ കയ്യിലുണ്ടാകും. അപ്പോഴേക്ക് അടുത്ത വയറിന്റെ സമയമായി. ചില ആളുകൾക്ക് അവരുടെ ഹൃദയത്തിന്റെ പാത്രത്തിന്റെ പവർ അനുസരിച്ച് സഡൻ ആക്ഷൻ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകളുണ്ട്. മഹാനായ അബ്ദുൽ വാഹിദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ഹിജറ 2-ാം നൂറ്റാണ്ടിലോ 3-ാം നൂറ്റാണ്ടിലോ മറ്റോ ജീവിച്ച മഹാനാണ്. ഹിജറ ആദ്യത്തെ 3 നൂറ്റാണ്ടുകൾക്കുള്ളിൽ ജീവിച്ച് മരിച്ചുപോയ മഹാനാണ് മഹാനായ അബ്ദുൽ വാഹിദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ സദസ്സിൽ അദ്ദേഹം വയല് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ സദസ്സിൽ നിന്നൊരു മനുഷ്യനതാ ഒച്ച വെക്കുന്നു. യാ അബാ ഉബൈദ കുഫാ ഫഖദ് കശഫ്ത ബിൽ മൗഇദത്തി ഖിനാ ഖൽബി. ഉസ്താദേ, ഒന്ന് നിർത്തൂ. നിങ്ങളുടെ വയല് കൊണ്ട് എന്റെ ഹൃദയത്തിന്റെ മൂടിയതാ തെറിച്ചുപോയി. എന്റെ ഖൽബ് എന്തോ ആയിപ്പോകുന്നു. ബഹുമാനപ്പെട്ട അബ്ദുൽ വാഹിദ് റളിയല്ലാഹു അൻഹു മൂപ്പരുടെ വയലങ്ങോട്ട് പറയാൻ തുടങ്ങി. മൂപ്പര് വയലങ്ങോട്ട് തുറന്നു. സുബ്ഹാനല്ലാഹ്. ഫമാത്തർ റജുൽ, ആ മനുഷ്യൻ അവിടെ കിടന്ന് വീണ് മരിച്ചുപോയി. കഴിഞ്ഞകാല സംഭവങ്ങളാണ്. എത്രയെത്ര സംഭവങ്ങളുണ്ട്. ഇതേ സംഭവം തന്നെ പലരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മഹാനായ ശിബിലി റളിയല്ലാഹു അൻഹു, മഹാനുഭാവൻ, നേരത്തെ പറഞ്ഞ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട മഹാനാണ് ശിബിലി റളിയല്ലാഹു അൻഹു. മരിക്കാൻ നേരത്ത് ശിഷ്യൻ വുളു എടുത്തു കൊടുത്തപ്പോൾ എല്ലാ ചലനശേഷിയും അറ്റ സമയത്തും ശിഷ്യൻ വുളു എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉസ്താദ് മരണത്തോടെ മല്ലടിക്കുകയാണ്. ആ സമയത്ത് താടി ചിക്കകറ്റുക എന്ന സുന്നത്ത് കുട്ടി മറന്നുപോയി, ശിഷ്യൻ മറന്നുപോയി. ചലനശേഷി അറ്റ ഉസ്താദ് ആ ശിഷ്യന്റെ കയ്യതാ പിടിച്ചു വിരിക്കുന്നു, വെള്ളത്തിൽ മുക്കുന്നു, താടി ചിക്കകറ്റുക എന്ന സുന്നത്ത് നടപ്പിൽ വരുത്തുന്നു. മരിക്കാൻ പോകുന്ന സമയത്ത് പോലും, മുഴുവെടുക്കുന്ന സമയത്ത് തന്റെ ചലനശേഷിയെല്ലാം മറ്റുപോയിട്ടുണ്ടെങ്കിലും ഹബീബായ നബി തങ്ങളുടെ സുന്നത്ത് നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പൊതുവായി ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്നത് വേണ്ട എന്ന് തീരുമാനിച്ച മഹാനായ അബൂബക്കർ ശിബിലി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ വയല് പറയാണ്. സദസ്സിൽ നിന്ന് ഒരാളങ്ങ് മരിച്ചുപോയി.
സുബ്ഹാനല്ലാഹ്, കേസായല്ലോ. കുടുംബക്കാര് വന്ന് ഉസ്താദിനെതിരിൽ പരാതി പറയാൻ തുടങ്ങി. കോടതിയിൽ കേസെത്തി. സുബ്ഹാനല്ലാഹ്, ഉസ്താദിനെ വിളിച്ചു ചോദിച്ചു, എല്ലാം നിങ്ങൾ വയലിൽ പറഞ്ഞിട്ട് ഒരാൾ മരിച്ചുപോയി, നിങ്ങൾക്ക് വല്ല ആക്ഷൻ ഉണ്ടല്ലോ? ബഹുമാനപ്പെട്ട ശിബിലി റളിയല്ലാഹു അൻഹു അതും പറഞ്ഞത് തമാശയിൽ, നഫ്സി റന്നത്ത് നഫ്സുൻ റന്നത്ത് വഹന്നത്ത് വദുഴിയത്ത് വഅജാബത്ത് ഫമാത്തത്ത്. എന്താ ചെയ്യാ? ഒരു ശരീരം നമ്മളെ വയലിലേക്ക് കൊതിച്ചു. വയൽ കേട്ടപ്പം ശരീരത്തിന് വല്ലാതെ അതിലേക്ക് ആകർഷണം വന്നു. അപ്പൊ കൽബ് പാകപ്പെട്ടുപോയി. അപ്പൊ ക്ഷണം വന്നു, ക്ഷണം സ്വീകരിച്ചു, ആള് പോയി. അതന്നെ ക്ഷണം വന്നു തന്നെ അസ്രായേൽ വിളിച്ചു പോരും പറഞ്ഞു. അങ്ങനെ പോയി. ഞാനെന്താക്കാനാ? അപ്പം അതും ശിബിലി, ഈ ശിബിലി എന്ത് കുറ്റാ ചെയ്തത് എന്നാ ചോദിച്ചത്. ഇതൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ. എന്റെ പ്രിയപ്പെട്ട ഭാര്യപിതാവിന്റെ ജ്യേഷ്ഠൻ ബഹുമാനപ്പെട്ട പെരുമുഖം സൈനുദ്ദീൻ മുസ്ലിയാർ അർഹമുർറാഹിമീനായ റബ്ബ് പെരുമുഖത്തെ 3 വെളിച്ചങ്ങളായിരുന്നു. ബഹുമാനപ്പെട്ട എന്റെ ഉസ്താദിന്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട പെരുമുഖം പീരങ്കോയ ഉസ്താദ്, മറ്റൊന്ന് ബഹുമാനപ്പെട്ട എന്റെ ഭാര്യപിതാവ് MKM കോയ ഉസ്താദ്, മറ്റൊരു ഉസ്താദ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മുസ്ലിയാർ. 3 പേരും വലിയ സൂഫിയാക്കളായിരുന്നു, വലിയ ആലിമീങ്ങളായിരുന്നു, വലിയ മഹത്വമുള്ള മഹാന്മാരാണ്. ഒരുപാട് അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ പറയാനുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ ബഹുമാനപ്പെട്ട ഉസ്താദ് സൈനുദ്ദീൻ മുസ്ലിയാർ, അദ്ദേഹം വയല് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വയലിനൊരു ടൈറ്റിൽ തന്നെ ഉണ്ടായിരുന്നു, ചിറ്റുമുറിയൻ വയലുകാരൻ. ഞാൻ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന്റെ വയല് കേട്ടിട്ടുണ്ട്, ധാരാളം കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വയലിന്റെ പേര് തന്നെ ചിറ്റുമുറിയൻ വയലുകാരൻ എന്നാണ്. കാരണം അദ്ദേഹം ഒരു മദ്രസക്കോ പള്ളിക്കോ വേണ്ടി പിരിവ് നടത്താൻ വേണ്ടി വയല് പറഞ്ഞാൽ അറിയാതെ പെണ്ണുങ്ങൾ ചിറ്റിപ്പിടിച്ചു വലിച്ച് അതേ സദസ്സിൽ നിന്ന് കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ സ്മരണിക വായിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞു. ചിറ്റ് അപ്പത്തിന് പിടിച്ചു വലിക്കലും മറ്റൊക്കെ നടത്തിയിട്ട് ചെവിയിൽ നിന്ന് രക്തം വന്ന പെണ്ണുങ്ങൾ വരെ ഉണ്ടായിരുന്നു. അടുത്ത് മരിച്ചുപോയ മഹാന്മാരാണ്. പഴയ കാലഘട്ടം നമ്മുടെ നാട്ടിൽ ദീന് വളർന്നു വലുതായത് ഇതുപോലുള്ള നല്ല നല്ല വയലുകളെ കൊണ്ടാണ്. ആ വയല് മരിക്കാൻ പാടില്ല, സദസ്സുകൾ മരിക്കാൻ പാടില്ല. ആ സദസ്സുകളാണ് നമ്മുടെ ജീവൻ, നമ്മുടെ ഹൃദയത്തെ ജീവസുറ്റരാക്കുന്നത്. ആ സദസ്സാണ് സഹോദരന്മാരെ. ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതുകൊണ്ടല്ലേ സഹോദരന്മാരെ, നിങ്ങൾക്കറിയില്ലേ, സദസ്സിൽ വെച്ച് കരഞ്ഞതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, സദസ്സിൽ വെച്ചുകൊണ്ട് വയലിന്റെ സദസ്സിൽ പങ്കെടുക്കുമ്പോൾ ആ സദസ്സിൽ വെച്ച് കരയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വയല് പറയുകയാണ്. ഒരു സ്വഹാബി വര്യൻ നബി തങ്ങളുടെ മുന്നിലങ്ങ് കരഞ്ഞുപോയി, വയല് കേട്ടപ്പോൾ കരഞ്ഞുപോയി. നമ്മുടെ പഴയ കാലത്ത് ഉമ്മമാരൊക്കെ തന്നെ കരഞ്ഞിട്ടേ ചൂട്ടും കത്തിച്ച് പുരയിലേക്ക് എത്തുള്ളൂ. 1 മണി 2 മണി. ഞാനൊക്കെ ചെറിയ പ്രായമാകുന്ന സമയത്ത് വയലിൽ പോയാൽ കടലൊക്കെ കച്ചവടം ഉണ്ടാവും. നമുക്ക് പണി അതാ, ചെറിയ കുട്ടിയല്ലേ. അപ്പൊ നമ്മളതൊക്കെ കഴിഞ്ഞ് ഉമ്മന്റെ കൂടെ ഉമ്മാമന്റെ കൂടെ ഒക്കെ ഓരോ കോന്തലും പിടിച്ചിങ്ങനെ വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ വവ്വാലുകള് ഈ അണ്ണാനുകളൊക്കെ ബദം കൊണ്ടുവന്ന് തിന്നിട്ട് അതിന്റെ ബാക്കി താഴേക്കിടുന്ന സമയ, ഏകദേശം പുലർച്ചെ സമയം, എല്ലാവരും അന്തി ഇറങ്ങി ആ നിൽക്കുന്ന സമയത്ത് തിരിച്ചു പോരാ. സുബ്ഹാനല്ലാഹ്, എന്തൊരു സച്ചരിതമായ കാലഘട്ടമാണ്. ആ സദസ്സിൽ കരച്ചിലില്ലാത്ത സദസ്സില്ല, ആ വയലിന്റെ സദസ്സിൽ കരയാത്ത സദസ്സില്ല. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിനെ കുറിച്ച് മഹാനായ ഹൈഥം ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി വയൽ പറയുമ്പോൾ ഒരു മനുഷ്യൻ അങ്ങ് കരഞ്ഞുപോയി. കരഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ലൗ ഷഹിദക്കുമുൽ യൗമ കുല്ലു മുഅ്മിനിൻ അലൈഹി മിനദ്ദുനൂബ് കംസാലിൽ ജിബാലിർ റവാസി ലഗഫിറ ലഹും ബിബുഖാഇ ഹാദർ റജുലി. ഈ ദിവസം ഏതൊരു മോമിനായ മനുഷ്യൻ ഈ സദസ്സിലുണ്ടോ ആ മോമിനായ മനുഷ്യനെ വലിയ വലിയ പർവ്വതങ്ങൾക്ക് തുല്യമായ പാപങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ സദസ്സിൽ ഇന്നുള്ള ആളുകളുടെ ദോഷങ്ങളെല്ലാം പർവ്വതങ്ങൾക്ക് സമാനമായിട്ടുള്ളതാണെങ്കിലും ലഹും അവർക്കത് പുറത്തു കൊടുത്തിട്ടുണ്ടാവുള്ളൂ. ബി ബുക്കായി ഹാദർ റജിൽ, ഈ ഒരു മനുഷ്യന്റെ കരച്ചിൽ കാരണം.
എന്താ കാരണം? വദാലിക അന്നൽ മലായികത തബ്കി വതദഉ ലഹു വതഖൂലു അല്ലാഹുമ്മ ശഫ്ഇൽ ബുക്കായിന ഫീമൻ ലം യബ്കി. കാരണം മലക്കുകൾ ഇവന് ആശീർവാദം നൽകിയിട്ടുണ്ട്, മലക്കുകൾ ഇവന് വേണ്ടി ദുആ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, മലക്കുകൾ അല്ലാഹുവിനോട് റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പടച്ചോനെ, കരയാത്തവർക്കും കൂടെ കരഞ്ഞവരുടെ വിഷയത്തിന് റെക്കമെൻഡ് ചെയ്യണേ, കരയാത്തവർക്കും കൂടെ കൊടുക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഹാനായ ഇമാം ദിംയാത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മത്ജറിൽ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഉണ്ടില്ലേ? ഇതുകൊണ്ടാണ് സഹോദരന്മാരെ വയലിന്റെ സദസ്സിനെ അവഗണിക്കരുതെന്ന് പറയാൻ കാരണം, വയലിന്റെ സദസ്സ് കൊണ്ട് മാത്രം രക്ഷപ്പെട്ട മഹാന്മാരുടെ ചരിത്രങ്ങൾ ധാരാളം ഉണ്ടായതുകൊണ്ടാണ്. നോക്കൂ, നിങ്ങളെ എക്സാമ്പിളിൽ നിന്ന് കൂടെ പറയാം. മഹാനായ യസീദ് ബിൻ ഹാറൂൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഞാൻ മുഹമ്മദ് ബിൻ യസീദുൽ വാസിത്തി എന്ന് പറയുന്ന മഹാനുഭാവനെ, അദ്ദേഹത്തെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. മരിച്ചുപോയതിനു ശേഷം മുഹമ്മദ് ബിൻ യസീദുൽ വാസിത്തി എന്ന് പറയുന്ന ആളെ സ്വപ്നത്തിൽ കണ്ടു. ഞാൻ ചോദിച്ചു, മാസന അല്ലാഹു ബിക, നിങ്ങളെ അള്ളാഹു എന്തു ചെയ്തു എന്ന് ചോദിച്ചു. കാല, അദ്ദേഹം പറഞ്ഞു, ഗഫറലി, എനിക്ക് അള്ളാഹു പുറത്തു തന്നു. ഫഖുൽതു, ഞാൻ ചോദിച്ചു, ബിമാദാ, എന്ത് കാരണത്താലാണ് പുറത്തു തന്നത്? ഖാല, അദ്ദേഹം പറഞ്ഞു, ബിമജ്ലിസിൻ ജലസഹു ഇലൈന അബു അംർ, ഞങ്ങളിലേക്ക് അബു അംർ എന്ന് പറയുന്ന ഒരു ഉസ്താദ് വയൽ പറയാൻ വേണ്ടി ഒരു സദസ്സിൽ വന്ന് വയൽ പറഞ്ഞിരുന്നു. ആ സദസ്സിൽ ഞങ്ങൾ പങ്കെടുത്തിരുന്നു. അതൊരു വെള്ളിയാഴ്ച ദിവസം അസ്റിന്റെ ശേഷമായിരുന്നു. ഉസ്താദ് വയൽ കഴിഞ്ഞപ്പോൾ ദുആ ചെയ്തു. അമ്മന്നാ, ഞങ്ങളൊക്കെ ആമീൻ പറഞ്ഞു. നമുക്ക് അല്ലാഹു തആല പുറത്തു തന്നു. വയലിന്റെ സദസ്സ് കഴിഞ്ഞപ്പോൾ ഉസ്താദുമാര് പ്രാർത്ഥിക്കുന്നത് സ്വാഭാവികമാണ്, സാധാരണയാണ്. ആ പ്രാർത്ഥനയിൽ പെട്ടുകൊണ്ട് എന്റെ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു തന്നു. കണ്ടില്ലേ, നേടിയ നേട്ടങ്ങളെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ ഈ സദസ്സുകളാണ്. സഹോദരന്മാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, ഹൃദയരോഗത്തെ ക്ലീൻ ചെയ്യാൻ പറഞ്ഞ മരുന്നുകളിൽ വെച്ച് ഏറെക്കുറെ സാധാരണക്കാർക്കെല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ പറ്റിയ മരുന്നും ഈ മരുന്ന് തന്നെയാണ് കേട്ടോ. നല്ലവരോട് നിങ്ങൾ ബന്ധം സ്ഥാപിക്കുക, സ്വാലിഹീങ്ങളോട് കണക്ഷൻ സ്ഥാപിക്കുക, അവരുടെ സദസ്സിൽ പോയിരിക്കാൻ ശ്രമിക്കുക, അവർ പറയുന്നത് അനുസരിക്കാൻ ശ്രമിക്കുക. അവരുടെ കൂടെ 1, 2, 3, 4, 5, 10 തവണ കൂടിയാലും സദസ്സിൽ പങ്കെടുത്താലും മാറ്റം വന്നില്ലെങ്കിലും അടുത്ത തവണ നിന്റെ തവണയാണെന്ന് നീ മനസ്സിലാക്കണം. അതുകൊണ്ടല്ലേ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആരാണ് സഹോദരന്മാരെ ബഹുമാനപ്പെട്ടവർ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കേട്ടില്ലേ? ഫലാ തുഫാരിഖു മജാലിസൽ ഉലമാ, പണ്ഡിതന്മാരുടെ സദസ്സിനെ നിങ്ങൾ വിട്ടുപിരിഞ്ഞേക്കരുതേ, അത് നിങ്ങൾ ഒരിക്കലും ഉപേക്ഷ വരുത്തരുതേ. എന്താ കാരണം? ബഹുമാനപ്പെട്ടവർ പറയാ, ഇന്ന റജുല ലയഖ്റുജു മിൻ മൻസിലിഹി വഅലൈഹി മിനദ്ദൂബി മിസ്ലു ജബലി തിഹാമാ, മക്കായിലെ ഏറ്റവും വലിയ പർവ്വതങ്ങളെപ്പോലെയുള്ള ദോഷങ്ങളുമായിരിക്കും ആ വയലിൽ നിന്ന് പോകുന്ന മനുഷ്യൻ തന്റെ പുരയിൽ നിന്ന് പോകുന്നത്. വഇദാ സമിഅൽ ആലിമ, അങ്ങനെ ഉസ്താദിന്റെ വയൽ അവൻ കേട്ടപ്പോൾ ഖാഫാ, അവനൊരു പേടി തോന്നി. വസ്തർജാൻ ദുനൂബി, അവന്റെ പാപങ്ങളിൽ നിന്ന് അവൻ വിരാമം കൊണ്ടു. വൻസറഫ ഇലാ മൻസിലി, വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോന്നു. ആ സമയത്ത് വമാലൈഹി മിൻ ദുനൂബ്, അവന്റെ മേൽ ഒറ്റ പാപങ്ങളുമില്ല. പോകുമ്പോൾ പർവ്വതത്തിന് തുല്യമായ പാപഭാരങ്ങളുമായാണ് പോയത്, തിരിച്ചു വരുമ്പോൾ ലവലേശം പാപങ്ങളില്ല. ഇത് പറഞ്ഞിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാ, ഫലാ തുഫാരിഖു മജാലിസൽ ഉലമാ, അതുകൊണ്ട് ഉസ്താദുമാരുടെ സദസ്സുകളെ നിങ്ങൾ ഒരിക്കലും അവഗണിക്കരുത്, അവകളുമായി നിങ്ങൾ അന്യം നിൽക്കരുത്. എന്തുകൊണ്ട്? ഫഇന്നല്ലാഹ അസ്സ വജല്ല ലം യഖ്ലുഖ അലാ വജ്ഹിൽ അർളി തുർബത്തൻ, കാരണം അല്ലാഹു തആല ഭൂമുഖത്ത് ഒരു മണ്ണിനെ പടച്ചിട്ടില്ല. അസ്സ അലൈഹിന്റെ മേലിൽ ബഹുമാനമുള്ള ഒരു മണ്ണ് അല്ലാഹു പടച്ചിട്ടില്ല. മിൻ മജാലിസി ദിക്രി, പണ്ഡിതന്മാരുടെ ഉപദേശത്തിന്റെ സദസ്സുകളെക്കാളും ഉത്തമമായി അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ബഹുമാനമുള്ളൊരു സദസ്സിനെ അല്ലാഹു പടച്ചിട്ടില്ല.
മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ലൗ അന്ന സവാബ മജാലിസുൽ ഇൽമി ബദാലിന്നാസ് ലഖതബലു അലൈഹി ഹത്താ യത്രുക കുല്ലു ദി ഇമാറത്തിൻ ഇമാറതഹു വ കുല്ലു ദി സൂഖിൻ സൂഖാ. ഇൽമിന്റെ അറിവിന്റെ സദസ്സുകളുടെ ഫലമെങ്ങാനും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു പോയാൽ ലഖതബലു അലൈഹി, അതിന്റെ പേരിൽ അവർ യുദ്ധം വരെ ചെയ്തു പോകും. അതിൽ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി യുദ്ധത്തിന് വരെ അവർ തയ്യാറാകും. എത്രത്തോളം യത്രുക കുല്ലു ദീ ഇമാറത്തിൻ ഇമാറത, എല്ലാ ഭരണാധികാരികളും തന്റെ ഭരണക്കസാര വലിച്ചെറിയും. മന്ത്രിമാർക്ക് മന്ത്രിക്കസാര വേണ്ടിവരില്ല. ഇൽമിന്റെ മധുരവും ഇൽമിന്റെ സദസ്സിന്റെ നേട്ടവും ഒരു മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ ഭരണാധികാരി തന്റെ ഭരണക്കസേര വലിച്ചെറിയും. മാത്രമല്ല ഏത് അങ്ങാടിക്കാരനും കവലക്കാരനും ബിസിനസ്സുകാരനും തന്റെ അങ്ങാടിയെ കൈവടിയും. ഇൽമിന്റെ സദസ്സിന്റെ മധുരം അറിയാത്തത് കൊണ്ടാണ്. അറിഞ്ഞെങ്കിൽ അവൻ അത് കൈവിട്ടുകൊണ്ട് ഓടിയെത്തും. കാരണം മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹസൻ അത്വാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാരണം മജ്ലിസു ദഅവതി ഇലല്ലാഹി വ ദിക്രി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളെ കുറിച്ച് പറഞ്ഞ സദസ്സ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന സദസ്സ്, സാബൂനുൽ ഖുലൂബ്, അത് മനുഷ്യന്റെ ഹൃദയങ്ങൾ കഴുകാനുള്ള സോപ്പാണ്, ഹൃദയത്തിന്റെ സോപ്പാണ്. വമാഉൽ ഖുലൂബ്, ഹൃദയത്തിന്റെ വെള്ളവുമാണ്. ചളി പിടിച്ചു നിൽക്കുന്ന, കറ പിടിച്ചു നിൽക്കുന്ന ഹൃദയത്തിനെ ക്ലീൻ ചെയ്യാൻ, കൾച്ചർ ചെയ്യാൻ, സംസ്കരിക്കാൻ, അതിന് നമ്മുടെ പഴയകാലത്ത് 501 പേര് സോപ്പാണടാ ശനിയറ അലക്കണൊരു സോപ്പ് പറയുന്നു. സമയം പെയ്യണം. സൺലൈറ്റ്, ഞാൻ കമ്പനിയുടെ എന്തെങ്കിലും കിട്ടിച്ച് പറയാൻ കയറി കണ്ട സൺലൈറ്റ് സോപ്പോ അല്ലെങ്കിൽ വെള്ളമോ അല്ല, പിന്നെയോ അല്ലാഹുവിന്റെ ഹബീബ് സുബ്ഹാനഹു വ തആല, അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് മാതൃകയായി കാണിച്ചു കൊടുത്ത് ഇസ്ലാമിന്റെ സെറ്റപ്പ്, ഇസ്ലാമിന്റെ നിലനിൽപ്പ്, അതിന് കാണിച്ചു കൊടുത്ത മാതൃക അത് സദസ്സുകളാണ്. അത് പിൻഗാമികൾ അതേ രൂപത്തിൽ മാറ്റം വരുത്താതെ കൊണ്ടുവന്നു. അതിക്കാലം അത്രയും നമ്മുടെ കഴിഞ്ഞ തലമുറ വരെ നിന്ന് വന്നു. ഇപ്പോഴും അൽഹംദുലില്ലാഹ് ഏറെക്കുറെയെല്ലാം ഉണ്ട്. പക്ഷേ പഴഞ്ഞകാല പ്രതാപങ്ങളില്ല. ഇത് അറ്റുപോവുകയാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. പോലെ പിന്നെ ഗ്ലോബൽ വോയിസിനെ പോലെ, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും ഇൽമിന്റെ സദസ്സുകളെ എത്തിച്ചു കൊടുക്കുന്നത് അൽഹംദുലില്ലാഹ്. എല്ലാവിധ കൂലിയും അല്ലാഹു തആല അവർക്ക് കൊടുക്കുമാറാകട്ടെ. ഉയർച്ചയും വളർച്ചയും അല്ലാഹു കൊടുക്കുമാറാകട്ടെ. സഹോദരന്മാരെ, അതുകൊണ്ട് ഹൃദയം ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മരുന്നായി നമ്മൾ ഈ മരുന്നിനെ കാണണം. ഇത് നാം ഒരിക്കലും കൈവടിയാൻ പാടില്ല, ഇതിനെ അവഗണിക്കാൻ പാടില്ല, ഇതിനെ വിസ്മരിക്കാൻ പാടില്ല. റഹ്മുർ-റഹീമീനായ റബ്ബ് നമ്മളെല്ലാവരും രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഹൃദയങ്ങൾ ക്ലീൻ ചെയ്യാൻ പറ്റിയ മരുന്നുകളിൽ 3 കഴിഞ്ഞു. ഇനി ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മളെ ബാധ്യതയാണ്. ഒന്ന് വിശുദ്ധ ഖുർആൻ, അത് എങ്ങനെ പാരായണം ചെയ്യണം, എപ്പോഴാണ് ഹൃദയം ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാവുക, അത് നാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബത്നുൽ ഖലാ, അത് നാം പറഞ്ഞിട്ടുണ്ട്. വയറ് കാലിയാക്കുന്ന കാര്യം അത് മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. 3ാമത്തെ കാര്യം ഇപ്പോൾ നാം പറഞ്ഞു, സ്വാലിഹീങ്ങളുടെ സദസ്സിൽ പങ്കെടുക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ട സദസ്സ് ഇൽമിന്റെ സദസ്സാണ്. പിന്നെ ദിക്റിന്റെ സദസ്സ്, സ്വലാത്തിന്റെ സദസ്സ്, പിന്നെ അവരുമായി കൂടിച്ചേരുക, അവരുടെ കൂടെ വർത്താനം പറയാൻ പോവുക. വർത്താനം പറയാൻ തന്നെ വെറുതെ പോയിട്ട് സോറ പറഞ്ഞ് അവരുടെ സമയം കളയലല്ല. പിന്നെ അവരിൽ നിന്ന് സാറേ എനിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണമെന്ന് എന്റെ മനസ്സ് വളരെ മോശമാണ്, അല്ലെ എനിക്ക് നിസ്കരിക്കുന്നതിന്റെ മസല അത് തിരിഞ്ഞിട്ടില്ല, ഇത് മനസ്സിലായിട്ടില്ല, ഇങ്ങനെ ആഖിറത്തിന്റെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് ചെല്ലല ദുന്യാവും. അതും വേണം. ദുന്യാവിന്റെ കാര്യം ഉസ്താദിന്റെ ബിസിനസ് വളരെ മോശമാണ്, അത് ഓർക്കണം. ദുന്യാവില്ലാതെ ആഖിറം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ദുന്യാവും വേണം, പക്ഷേ മുൻതൂക്കം മുഴുവനും ആഖിറത്തിന്. ഈ നിലക്കുള്ള ചർച്ചകളിലും മറ്റുമൊക്കെ എന്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്നവരെ, നാം എന്റെ മോമിനീങ്ങളെ നിങ്ങളുള്ള സ്നേഹം കൊണ്ടാണ് പറയുന്നത്, പരമാവധി വിശുദ്ധ റമദാൻ കഴിഞ്ഞാലും ഈ ഒരു പതിവിൽ മുന്നോട്ട് പോകാനുള്ള ശ്രമം നമ്മൾ നടത്തണം. നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞാൽ ജോലിയുടെ സമയത്തും
ജോലിയുടെ സമയത്ത് നമുക്ക് കിട്ടേണ്ടുന്ന പ്രകാശം ജോലി കഴിഞ്ഞ് റൂമിലാകുമ്പോൾ നാം ശേഖരിച്ചിരിക്കണം. ആ പ്രകാശം കൊണ്ടാണ് ജോലി സ്ഥലങ്ങളിലേക്കോ കച്ചവട പീടികളിലേക്കോ ബിസിനസ് മേഖലകളിലേക്കോ നാം പോകേണ്ടത്. അവിടെ പുറമെ നിന്ന് കിട്ടിയ പ്രകാശവുമായി ചെന്നിരുന്നു കൊണ്ടാകണം നാം ബിസിനസ് നടത്തേണ്ടത്. അർഹമുർ-റാഹിമീനായ റബ്ബ് നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനൊരു വർഷത്തേക്കുള്ള മൊത്തത്തിൽ ആവുന്നത് പരമാവധി ശേഖരിക്കാനാണ് വിശുദ്ധ റമദാൻ. ഉണ്ടില്ലേ? അല്ലാഹു തആല നമ്മളെ സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه سيدنا ومولانا محمد. റഹ്മത്തുള്ളാഹിമീൻ. ഒരു 11 ഇസ്തിഗ്ഫാർ പെട്ടെന്ന്. നസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 നസ്തഗ്ഫിറുല്ലാഹൽ അലീം. അർഹമുർ-റാഹിമീനായ റബ്ബേ, അർഹമുർ-റാഹിമീനായ റബ്ബേ, അർഹമുർ-റാഹിമീനായ റബ്ബേ, സാധുക്കളാണ്, പാപികളാണ്, പാവങ്ങളാണ്, ബലഹീനരാണ്, അന്തിനാടിന്റെ ചണ്ടികളാണ്, ഒന്നിനും കൊള്ളാത്തവരാണ്. ഞങ്ങളെ നീ രക്ഷിച്ചില്ലെങ്കിൽ രക്ഷിക്കാൻ ആരുമില്ല. ഞങ്ങളുടെ ഹൃദയം മോശമാണ്, സ്വഭാവം മോശമാണ്, നിയത്ത് മോശമാണ്, പ്രവർത്തനം മോശമാണ്, വാക്കുകൾ മോശമാണ്, ഞങ്ങൾ മോശപ്പെട്ടവരാണ്. പക്ഷേ നീ കരീമാണ്, നിന്റെതെല്ലാം കരമിന്റേതാണ്, നിന്റെതെല്ലാം ഷറഫുള്ളതാണ്. നീ കമാലിന്റെ സിഫത്തിന്റെ ഉടമകളാണ്, ജമാലും ജലാലും കൊണ്ട് പൊതിഞ്ഞവനാണ്. നീ ഞങ്ങളെ സഹായിച്ചില്ല എങ്കിൽ ആരാണ് റബ്ബേ ഞങ്ങളെ സഹായിക്കാനുള്ളത്? നീ ഞങ്ങളെ ആട്ടിയോടിച്ചാൽ ഞങ്ങളെ സ്വീകരിക്കാൻ ആരാണുള്ളത് റബ്ബേ? നിന്നിൽ നിന്നല്ലാതെ കാരുണ്യം ഞങ്ങൾക്ക് ആരിൽ നിന്ന് കിട്ടാനാണ്? ആര് ഞങ്ങൾക്ക് കരുണ ചെയ്താലും അത് നിന്റെ കരുണക്കടനായ നിന്റെ കാരുണ്യമല്ലേ റബ്ബേ? അതുകൊണ്ട് നിന്നിൽ നിന്ന് ഞങ്ങൾ ഇറക്കുന്ന ഈ ഇറപ്പ് നിന്റെ കാരുണ്യത്തിൽ പ്രവേശിച്ചർപ്പിച്ചുകൊണ്ടാണ്. ഞങ്ങളുടെ കാരുണ്യം ഞങ്ങളിൽ പ്രയോഗിക്കണേ റഹ്മാനെ, ലുത്ഫ് ഞങ്ങളിൽ പ്രയോഗിക്കണേ റഹ്മാനെ, ഫളിൽ ഞങ്ങളിൽ പ്രയോഗിക്കണേ റഹ്മാനെ, നിന്റെ അഫ്വ ഞങ്ങളിൽ പ്രയോഗിക്കണേ റഹ്മാനെ, മഗ്ഫിറത്ത് ഞങ്ങളിൽ പ്രയോഗിക്കണേ റഹ്മാനെ. നീ ഞങ്ങളെ രക്ഷിക്കണേ റഹ്മാനെ, നീ ഞങ്ങളെ രക്ഷിക്കണേ റഹ്മാനെ, നീ ഞങ്ങളെ രക്ഷിക്കണേ റഹ്മാനെ. പാറ പോലെ ഉറച്ചുപോയ, ഗൗരവപ്പെട്ടുപോയ കൂരിരുട്ടിനെ പോലെ അന്ധത നിറഞ്ഞുപോയ ഞങ്ങളുടെ ഹൃദയങ്ങള് നീ കഴുകി ശുദ്ധമാക്കി തരണേ റഹ്മാനെ. അത്ഭുതകരമാഭ്യതരം മാറ്റി ഞങ്ങൾക്ക് കൊണ്ട് റബ്ബേ. റബ്ബേ, ഞങ്ങൾ ചെയ്ത ഏതെങ്കിലും ഒരു കർമ്മം നിന്റെ അടുക്കൽ അംഗീകൃതമായിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ഫള് കൊണ്ടാണ്. ആ കർമ്മത്തിന്റെ കാരണമായി ഞങ്ങൾ അതിന്റെ മസീനയാക്കിക്കൊണ്ട് നിന്നോട് ഇറക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിന് അത്ഭുതകരമായൊരു മാറ്റം കൊണ്ട് റബ്ബേ, തഖ്വ കൊണ്ട് റബ്ബേ, ഞങ്ങൾക്ക് കൊണ്ട, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് കൊണ്ട, ഞങ്ങളുടെ ഉസ്താദന്മാർക്ക് കൊണ്ട, ഞങ്ങളുടെ മക്കൾക്ക് കൊണ്ട, ഭാര്യമാർക്ക് കൊണ്ട, ഭർത്താക്കൾക്ക് കൊണ്ട, സഹോദര സഹോദരിമാർക്ക് കൊണ്ട, അവരുടെയും ഭാര്യ ഭർത്താക്കൾ മക്കൾക്ക് കൊണ്ട, ഞങ്ങളുടെ അരുമ ശിഷ്യന്മാർക്ക് കൊണ്ട, ഞങ്ങളെ സഹായിച്ചവർക്ക്, ഭക്ഷണം തന്നവർക്ക് കൊണ്ട, ഞങ്ങളുടെ ക്ലാസുകളിൽ പങ്കെടുത്തവർക്ക് കൊണ്ട, അർഹമുർ-റാഹിമീനായ റബ്ബേ, തഖ്വ കൊണ്ട, ഇഖ്ലാസ് കൊണ്ട, സലീമായ സദർ കൊണ്ട, ഹസനായ ഖുലുഖ് കൊണ്ട, ഞങ്ങളുടെ ഖലബിനെ പോക്കിക്കൊണ്ട, സൂഉൽ അഖ്ലാഖിനെ പോക്കിക്കൊണ്ട റബ്ബേ, നിന്നോട് ഇറക്കുന്നതിന് ഉടമയായ ഞങ്ങളുടെ എല്ലാമായ വലിയായ കരീമായ റഹീമായ ഗഫൂറായ അഫൂവായ ലത്തീഫായ ഞങ്ങളുടെ എല്ലാമായ അർഹമുർ-റാഹിമീനായ അക്രമുൽ അക്രമീനായ നിന്നോട് അടിമകളായ ഞങ്ങൾക്ക് ഇറക്കുന്നതിന് യാതൊരു ലജ്ജയുമില്ല അല്ലാഹ്. ഞങ്ങളുടെ മനസ്സിൽ അതിനോട് താല്പര്യമാണ്. നിന്നോട് ഞങ്ങൾക്ക് ഇറക്കാൻ അതിയായ ആഗ്രഹമാണ്. ഞങ്ങളെ പിശാച് സമ്മതിക്കാത്തത് കൊണ്ടാണ് നിന്നോട് ഞങ്ങൾ ഇറക്കുന്നു അല്ലാഹ്. ഈ ഇറപ്പാളികളെ സ്വീകരിക്കണേ അല്ലാഹ്, ഒന്ന് സ്വീകരിക്കണേ അല്ലാഹ്. എങ്ങനെയെങ്കിലും കൽബിന്റെ മൂടി തെറിപ്പിക്കുകയല്ല, പിശാചിനെ കടപുറത്തുകയല്ല, അവരെ ഞങ്ങളെ തൊട്ട് ഓടിക്കുകയല്ല. ഞങ്ങളുടെ കൽബ് ശുദ്ധമാക്കിക്കൊണ്ടല്ല, സ്വഭാവം നന്നാക്കിക്കൊണ്ടല്ല, മുത്തഖീങ്ങളിൽ പെടുത്തിക്കൊണ്ടല്ല, ഞങ്ങളുടെ റമദാൻ
റാഹത്താക്കിക്കൊണ്ടല്ല നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ അനുഷ്ഠിച്ചത് മുഴുവനും നീ സ്വീകരിക്കണേ റഹ്മാനെ. എല്ലാം നിന്റെ ഫضലിൽ നിന്നാണ് നീ സ്വീകരിക്കണേ റഹ്മാനെ. സ്വീകരിക്കേണ്ടത് നിന്റെ ഫضല് കൊണ്ടാണ് നീ സ്വീകരിക്കണേ റഹ്മാനെ. തന്നതും നീയാണ്, സ്വീകരിക്കേണ്ടതും നീയാണ്. ഞങ്ങളുടെ ദുർബലതകളെ കൊണ്ട് ഒരുപാട് കുഴപ്പങ്ങൾ വന്നു പോയിട്ടുണ്ട്. എല്ലാം നീ പൊറുക്കണേ റഹ്മാനെ. നീ തന്നതിനൊക്കെയും ഇക്കാലമത്രയും നീ തന്നതിന് ശക്കാര്യങ്ങളായി ഇബാദായി ജീവിക്കാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. വരാൻ പോകുന്ന റമദാനിന്റെ ശിഷ്ടസമയങ്ങളും മറ്റു ഞങ്ങളുടെ ആവിഷ്കാരത്തിന്റെ ശിഷ്ടസമയങ്ങളും നിനക്ക് ഏറ്റവും മഹബ്ബായതിൽ മാത്രം ചെലവഴിക്കാനുള്ള ഭാഗ്യം തരണേ റഹ്മാനെ. ഇഖ്ലാസ് തരണേ റഹ്മാനെ. തൗഫീഖ് തരണേ റഹ്മാനെ. സലീമായ സദ്ർ തരണേ റഹ്മാനെ. സആദത്ത് ദാറൈൻ തരണേ റഹ്മാനെ. ശഖാവത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങൾ എണ്ണിപ്പറഞ്ഞവരാരെയും ശഖാവത്തിന്റെ അഹ്ലുകാലിൽപ്പെടുത്തരുത് റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഉസ്താദന്മാരെയും ശിഷ്യന്മാരെയും ഉഖ്റവിയായ അരിമീങ്ങളാക്കി തരണേ റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഭാര്യമാരെയും ഭർത്താക്കളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരിമാരെയും അവരുടെ ഭർത്താക്കളും മക്കളും ശിഷ്യന്മാരും ഞങ്ങളുടെ എല്ലാവരെയും നിന്റെ പൊരുത്തത്തിന്റെ മേഖലയിൽ ഐക്യത്തോടുകൂടെ ഒന്നിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങൾക്കിടയിൽ ഭിന്നിപ്പേർത്തരുത് റഹ്മാന്. ചിദ്രേർത്തരുത് റഹ്മാന്. അനൈക്യം നൽകരുത് റഹ്മാന്. സൗഹാർദ്ദം നൽകണം റഹ്മാന്. സ്നേഹം നൽകണേ റഹ്മാന്. ഞങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കരുത് റഹ്മാന്. ഞങ്ങളെ സ്വർഗത്തിലെത്തുന്നവരെ നീ ഒരുക്കിത്തരണേ റഹ്മാന്. കൂടെ നിർത്തിത്തരണേ റഹ്മാന്. ഞങ്ങളുടെ ആത്മാക്കളെ എല്ലിയിലേക്ക് അയക്കണേ റഹ്മാന്. സിജ്ജിയിലേക്ക് അയക്കരുത് റഹ്മാന്. ഞങ്ങളുടെ മരണസമയം നീയുമായി ഞങ്ങളുടെ ഏറ്റവും അടുത്തിരിക്കുന്ന സമയമേതാണ് ആ സമയമാക്കി തരണേ റഹ്മാന്. നീയുമായി വെറുത്തുള്ള സമയമാക്കരുത് റഹ്മാന്. ദുനിയാവിലെ ശിവരാന്റെ സമയമാക്കരുത് റഹ്മാന്. ഞങ്ങളുടെ മരണവും ഖബറും മഹ്ശറും തുലാസും ഇതാനും റാഹത്താക്കി തരണം. ഞങ്ങളുടെ ദുനിയാവ് നീ സലാമത്താക്കി തരണം. റബ്ബനാ ലൈലത്തുൽ ഖദറിനെ അറിഞ്ഞുകൊണ്ട് ആരാധന ചെയ്യുന്ന ഭാഗ്യശാലികൾ നീ സ്വീകരിക്കുന്നവർക്ക് ഇയായി ചെയ്യുന്ന ഭാഗ്യശാലികളിൽ മോഫക്രീങ്ങൾ ഞങ്ങളെ പെടുത്തണേ റഹ്മാനേ. ബദരീങ്ങൾക്ക് നീ ഉന്നതമായ ദർജ കൊടുക്കണേ റഹ്മാനേ. ബദരീങ്ങൾക്ക് സ്ഥാനക്കയറ്റം കൊടുക്കണേ റഹ്മാനേ. ബദരീങ്ങളോട് മുഖത്തിനുമിതമായും ചാണിന് ചാണായും പിന്തുടരാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഞങ്ങളുടെ സ്ഥാപനത്തെ സഹായിച്ചവരെ നീ സഹായിക്കണേ റഹ്മാനേ. ഞങ്ങളുടെ താല്യമങ്ങൾക്ക് നോമ്പ് തുറ നൽകിയവർക്ക് എല്ലാവർക്കും ഉന്നതമായ സൗകര്യം സ്വർഗത്തിലൊരുക്കി കൊടുക്കണേ റഹ്മാനേ. ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഉന്നതമായ സ്ഥാനം സ്വർഗത്തിൽ നൽകണേ റഹ്മാനേ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റഹ്മാനേ. ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നവരെ നീ സന്തോഷിപ്പിക്കണേ റഹ്മാനേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محرما امين برحمتك يا ارحم الراحمين. بفضل صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى